കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം. എന്റെ കൂടെ ഇന്ന് പറഞ്ഞാട്ടെ, കാൽവരി ക്രൂശിൽ കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് തന്റെ ശരീരത്തിൽ ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി രോഗിയല്ല, ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന കർത്താവിന്റെ സമൃദ്ധിയെ അനുഭവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചെയ്യുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. ആമേൻ. നന്ദി കർത്താവ്. ഇന്ന് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ തന്നല്ലോ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. വലിയ പ്രവർത്തികളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. ഇന്നും പ്രവർത്തിപ്പാൻ യേശു കർത്താവ് ശക്തനാണ്. വലിയ പ്രവർത്തി തുറന്നിട്ടിരിക്കുന്നു. ഇന്നും നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് കർത്താവിൽ പ്രശംസിപ്പാൻ നമുക്ക് വകയുണ്ട്. നമ്മുടെ മറ്റൊന്നുമില്ല. നമുക്കിന്നും പ്രാർത്ഥിക്കാം. ഇന്നും വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകാം. കർത്താവ് കൂടെ ഉള്ളതുകൊണ്ട് എപ്പോഴും പറയുന്ന വാക്കാണ്, നമ്മൾ തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നമ്മൾ നശിച്ചു പോകുവാൻ ദൈവം നമ്മളെ അനുവദിക്കുന്നില്ല. കർത്താവ് നമ്മളെ സഹായിക്കുന്നല്ലോ. ലൈവിൽ കാണുന്നവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അവിടെ എക്സ്പീരിയൻസിൽ വരാൻ താല്പര്യം നിങ്ങൾക്ക് ലിങ്ക് ഉപയോഗിച്ച് പ്രാർത്ഥനയ്ക്ക് വരാം. ഇല്ലായെങ്കിൽ പിന്നീട് കേൾക്കുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങളുടെ സമയം പോലെ സാഹചര്യം പോലെ കർത്താവ് ഇടയാക്കട്ടെ. നമുക്ക് ഒരുമിച്ചാണ് ഇന്ന് ഈ സൂം ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, എല്ലാവരും ഒരുമിച്ചാണ് കൂട്ടായ്മ ആചരിക്കുന്നത്. ലൈവായിട്ട് ഇത്ര ആളുകളുണ്ടെങ്കിലും ഇതിൻ്റെ പുറകിലും പിന്നീട് കാണുന്നവരും സ്ഥിരമായി കാണുന്നവരും ഒക്കെ ഉണ്ട്. അവിടെയൊക്കെയും കർത്താവ് ഒരു അനുഗ്രഹമാക്കി മാറ്റും. വചനം കേൾക്കുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ്. കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നല്ലോ. ദൈവം നമ്മളെ അനുഗ്രഹമാക്കി മാറ്റുന്നല്ലോ. നമ്മൾ ഇന്നലെ കേട്ട ഏത് വചന ചിന്തയാണെന്നാർക്കും, വചനമല്ല, ഏത് വചന ചിന്തയോ ചെയ്യട്ടെന്നാർക്കും ഓർമ്മയുണ്ടോ? ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഒരാളെ ഓർക്കുന്നുള്ളോ? മ്യൂട്ടായി പോയ പിന്നെ ഒരു സെക്കൻഡ്, ഇവിടെ മ്യൂട്ടായി പോയി, സോറി. ഭയപ്പെടേണ്ട. ആമേൻ. നമ്മൾ ഇന്നലെ കേട്ടു, ഭയം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ പിന്നിലെ കാരണം ദൈവത്തിലുള്ള നമ്മുടെ ഉറപ്പിനെ നഷ്ടപ്പെടുത്തി കളയുക എന്നുള്ളത്. നിങ്ങൾ എപ്പോഴും ഓർത്തണം, ഭയം വരുന്നത് ദൈവത്തിൽ നിന്നല്ല, ഭയം വരുന്നത് ലോകത്തിൽ നിന്ന്, പിശാചിന്റെ തന്ത്രമാണ്, ശക്തിയല്ല. നമ്മുടെ ഭാവിയെ ഓർത്ത്, ദൈവത്തെ വിളിക്കുന്നവൻ ഭാവിയെ ഓർത്ത് ഭാരപ്പെടേണ്ട. നിങ്ങളോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഇന്ന് ഈ കൂട്ടായ്മ ആചരിക്കുന്ന സമയത്ത് നിങ്ങൾ വലിയ പ്രശ്നത്തിലോ അല്ലെങ്കിൽ എവിടുന്നേലും ഒക്കെ ആരെങ്കിലും അയച്ചു തന്നൊരു ലിങ്ക് ആയിരിക്കാം, ഏതെങ്കിലും ഒരു ഫ്രണ്ടോ കസിനോ ആരെങ്കിലും ഒക്കെ തന്ന ഒരു നമ്പരായിരിക്കാം. അങ്ങനെ ആയിരിക്കും നിങ്ങൾ ഈ പ്രാർത്ഥനയിലേക്ക് പ്രവേശിച്ചത്. പക്ഷെ തുടർമാനമായിട്ട് നിങ്ങൾ കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വചനം നിങ്ങളുടെ ഭാവിയായിട്ട് മാറും. ശ്രദ്ധിച്ചോണം. ഞാൻ നിങ്ങളോട് പലപ്പോഴും ഉദാഹരണങ്ങൾ പറയാറുണ്ട്. നമ്മൾ ദൈവവചനത്തെ പഠിക്കുന്നവരാകണം, കേൾക്കുന്നവരല്ല. വചനം പഠിക്കുന്നവരാകണം. ഈ വചനം കേൾക്കുന്നതും പഠിക്കുന്നതും രണ്ടാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു പ്രശ്നത്തിൻ്റെ അകത്തിരിക്കുമ്പോൾ ഒരു വചനം കേട്ട് നമുക്കൊരു ആശ്വാസവും അനുഗ്രഹവും അത്ഭുതവുമായി തീർന്നു. ചിലപ്പോൾ നമ്മൾ പിന്നെ ആ ഭാഗത്തോട്ട് പോകത്തേ ഇല്ല. വചനം പഠിക്കുന്ന സമയത്താണ് നമ്മളിൽ എന്തുണ്ടാകുമെന്നറിയാം, ആ വചനത്തിലുള്ള സകല കാര്യങ്ങളും നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നത്. ഇന്നലെ നമ്മൾ കേട്ടു ഭയത്തെ പറ്റിയാണ്. ഒരു വ്യക്തിയെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു ഭയം വരുന്നുണ്ടെങ്കിൽ ഉടനെ ഓർത്തോണം, ഈ ഭയം ദൈവത്തിൽ നിന്നല്ല, ദൈവം എന്നെ ഭയപ്പെടുത്തുന്നയാളല്ല. ദൈവത്തിന് ഒരിക്കലും നിങ്ങളെ പേടിപ്പിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ എന്ത് ചെയ്തേനെ? എപ്പോഴും പേടിപ്പിച്ചുകൊണ്ടിരുന്നേനെ. എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ മുങ്ങി ചത്തുപോകും, എൻ്റെ പുറകെ വന്നില്ലെങ്കിൽ നിങ്ങളെ പിശാച് പിടിക്കും, എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ, എന്നെ അനുഗമിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം അതോ ഗതിയാണെന്നും കർത്താവ് പറഞ്ഞില്ലല്ലോ.
കർത്താവ് വളരെ 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 നിങ്ങൾക്കറിയാം, കർത്താവിൻ്റെ സുവിശേഷ പ്രസംഗം കേൾക്കാൻ വേണ്ടി 3 രാവും പകലും ഊണും ഉറക്കവും ഒഴിഞ്ഞ് ജനം അവിടെ കൂടിയിരുന്നു. അല്ലാതെ അവർ തീരുമാനിച്ചതല്ല. യേശുവിന് ഇഷ്ടപ്പെട്ടതില്ല, ഞങ്ങൾ ഇപ്പോഴെങ്ങാനും കഴിക്കാൻ പോയി കഴിഞ്ഞാൽ യേശുവിന് അതെല്ലാം മറന്ന് അവർ കർത്താവിനെ അനുഗമിച്ചു. അപ്പോൾ അവിടെയാണ് ഭയമല്ലവർക്കുണ്ടായത്, സ്നേഹത്താലുണ്ടാകുന്ന വിശ്വാസം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയം വരുമ്പോൾ അതൊരു നല്ല അടയാളമാണ്. ഞാൻ പറയുന്നു, ഭയം വരുമ്പോൾ ഭയത്തെ പ്രോത്സാഹിപ്പിക്കരുത്. ഭയം വരുമ്പോൾ തന്നെ ഒരടയാളമാണ്, കർത്താവിൻ്റെ പ്രവൃത്തി പുറകേ വരുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇനി ഭയത്തിൽ നാം കുടുങ്ങി കിടക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ഞാൻ മറ്റൊരു വാക്യത്തിലൂടെ നമുക്കിന്ന് സംസാരിക്കാം. എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ ഫലപുഷ്ടിയാക്കി മാറ്റുന്നത്, എങ്ങനെയാണ് ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇതെന്ന് നമ്മൾ കേൾക്കാൻ വേണ്ടി പോവാണ്. കർത്താവ് നമ്മളെ സൂക്ഷിക്കും, ദൈവം നമ്മളെ അത്ഭുതമാക്കി വരും. ഇന്നലെ നമ്മൾ ഒത്തിരി അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ കേട്ടു. യേശുക്രിസ്തു തൊട്ട രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യങ്ങൾ ഒരു സഹോദരി ഇന്നലെ പറഞ്ഞത് വലിയ അതിശയിക്കുന്ന ഒരു സാക്ഷ്യമായിരുന്നു. ഇൻസ്റ്റൻ്റ്ലി തന്നെ തൊണ്ടയിലെ മുഴ അപ്രതീക്ഷിതമായെന്ന് പ്രാർത്ഥനയ്ക്ക് ശേഷം പറയുവാൻ ഇടയായി തീർന്നു. നമ്മളെല്ലാവരും ഇത് കേട്ടതാണ്. അതുപോലെ തന്നെ കർത്താവ് ഇന്നും പ്രവർത്തിക്കും. ഇന്നും ദൈവം മാറ്റമില്ലാത്ത ദൈവമാണ്. വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ആ വചനത്തെ ദൈവം ഉറപ്പിക്കും. ആമേൻ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം നിങ്ങൾക്ക് മുമ്പായി സമർപ്പിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ പരിചിതമായ വാക്യമാണ്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യമാണ്. നിങ്ങളെപ്പോഴും കേൾക്കുന്ന വാക്യങ്ങളാണ്. എനിക്ക് നിങ്ങളോട് ഇങ്ങനെ മ്യൂട്ട് മാറ്റി സംസാരിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും കൂടുതലും പക്ഷേ ആളുകൾ പൊതുവെ ചില ആളുകൾ മ്യൂട്ട് മാറ്റിയാൽ ഒത്തിരി സംസാരങ്ങൾ പൊതുവെ പുറത്തുനിന്ന് കയറി വരുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് മ്യൂട്ട് മാറ്റാത്തത്. നേരത്തെ നമുക്ക് കഴിയുമായിരുന്നു, പക്ഷേ ഇന്ന് ദൈവം ആളുകളെ വർദ്ധിപ്പിച്ചതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ നിങ്ങൾ കേട്ട് റെസ്പോണ്ട് ചെയ്ത താമസമൊക്കെ വരുന്നുണ്ടെങ്കിലും മുന്നോട്ട് ദൈവം അതെല്ലാം ക്രമീകരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യം, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം, ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. ശ്രദ്ധിച്ചോണം, ജഡത്തെ അനുസരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു ചിന്ത എന്തായിരിക്കും? ജഡീകമായിട്ടുള്ള ഒരു ചിന്ത. ഞാൻ ഇന്ന് എനിക്കൊരു സാക്ഷ്യം നിങ്ങളുടെ നടുവിൽ പറയാൻ ആഗ്രഹമുണ്ട്. വലിയ സാക്ഷ്യമല്ല, കുടിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തൊരു സിഗ്നൽ ഇങ്ങനെ വരാൻ തുടങ്ങി. ആ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഒരു എറർ വരാൻ തുടങ്ങി. അത് ഫങ്ഷൻ ഒത്തിരി പെട്ടെന്ന് ഇവിടെ ഞാൻ പെട്ടെന്ന് റിപ്പയർ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ബ്രേക്കൊക്കെ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ കുറേ 2-3 കംപ്ലൈൻറ്റ് അതേപോലെ വന്നു. അതിൻ്റെ സിമ്പലും ഒക്കെ പോലെയൊക്കെ വരാൻ തുടങ്ങി. ഞാൻ അവസാനം എങ്ങനെയെങ്കിലും ഇത് ശരിയാക്കണം. ബുദ്ധിമുട്ടുള്ള കാര്യം ഞാൻ കേട്ടപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞ വിശ്വാസം ഉണ്ടായത്. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ നമുക്കങ്ങനെ കർത്താവ് ചെയ്യുമെന്ന് ഓരോന്നും കേൾക്കുമ്പോഴല്ലേ. നിങ്ങൾ ഫോണിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴും നിങ്ങളുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച സാക്ഷ്യമൊക്കെ കേൾക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു തന്നെ കാറിന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് ഇതിൻ്റെ എറർ എനിക്കറിയത്തില്ല, പക്ഷെ പെട്ടെന്നൊരു വെച്ച് കാണിക്കാനുള്ള ടൈം എനിക്കിപ്പോൾ ഇല്ല. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചത് റീസ്റ്റോർ ആകട്ടെ, അത് പുനഃസ്ഥാപിക്കപ്പെടട്ടെ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും റെഡി ആകട്ടെ. ഞാനങ്ങ് പ്രാർത്ഥിച്ചങ്ങ് പോയി. അപ്പോഴും അത് കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെയും കണ്ടപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ഞാനങ്ങ് മറന്നുപോയി. ഇപ്പം ഞാൻ ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് ആ വണ്ടി എടുത്തപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് ആ സൗണ്ടും ഇല്ല, ആ എററും ഇപ്പം കാണിക്കുന്നില്ല. അത് റിപ്പയർ ചെയ്തെന്നാണ് കൺഫേം പറയുന്നത്, പക്ഷെ അത് റിപ്പയർ ചെയ്യാതെ അത് മാറിപ്പോയി. തമാശ തോന്നിയേക്കാം. പക്ഷെ നമ്മൾ ഈ കൂട്ടായ്മയിൽ അങ്ങനെയുള്ള ചില സാക്ഷ്യങ്ങൾ ഇലക്ട്രോണിക് പ്രവർത്തി അല്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ മനുഷ്യനോ മൃഗത്തിനോ മാത്രമല്ല ഭൂമിയിൽ ഏത് വസ്തുവും അത്ഭുതം ഉണ്ടാവും. യേശു പറഞ്ഞതുപോലെ കല്ലുകൾ പോലും ആർത്തു വിളിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് എവിടെയാണ് വരുന്നത്? ജഡത്തിൻ്റെ ചിന്ത എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഈ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തയാണ് അല്ലേ? ഈ ജഡചിന്തയെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നിങ്ങൾ വായിക്കുന്ന ഏതു മനുഷ്യൻ്റെ ഉള്ളിലേക്കും വരും പാപചിന്തയെപ്പറ്റിയായിരിക്കും ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പാപചിന്തയെപ്പറ്റി മാത്രമല്ല, ജഡത്തിൻ്റെ ചിന്ത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജഡത്തെ അനുസരിച്ച് ജീവിക്കുക. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ജഡത്തിൻ്റെ ചിന്ത മരണമെന്ന് റോമാലേഖനത്തിൽ ആദ്യം പറയുന്നുണ്ട്.
ഇവിടെ ജഡത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ രാവിലെ എണീറ്റുകൊണ്ട് നമ്മളെപ്പോഴും ഒരു ആത്മീയമായിട്ടല്ല നമ്മൾ ജീവിക്കുന്നത് എപ്പോഴും. ഞാൻ പറയാൻ കാരണം, നിങ്ങൾ ഓഫീസിൽ പോകുന്നത് ആത്മീയമല്ല, നിങ്ങൾ കഞ്ഞിയും കറിയും വെക്കുന്നത് ആത്മീയമല്ല, നിങ്ങൾ സുഹൃത്തുക്കളോട് സംസാരിക്കുന്നതും നിങ്ങളുടെ ഒരു സമൂഹത്തിൽ ഒരു സർക്കിളിൽ നിങ്ങൾ ജീവിക്കുന്നതും ഒന്നും ആത്മീയമായിട്ടല്ല. അവർ ചിലപ്പം നമ്മൾ അവിടെ പോയിട്ടുണ്ട്, നിങ്ങൾ ഓഫീസിൽ പോയിട്ട് നിങ്ങൾ വചനം പറഞ്ഞുകൊണ്ടിരുന്നു, അവർ നിങ്ങളെ പറഞ്ഞു വിടും അല്ലേ. നിങ്ങൾ ബസ്സിൽ കയറിക്കൊണ്ടിരുന്നുകൊണ്ട് അപ്പുറത്തിരിക്കുന്ന വ്യക്തിയോട് നിങ്ങൾ അന്യഭാഷയിലൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവർ ചിലപ്പോൾ നിങ്ങൾ ഭ്രാന്തുണ്ടെന്ന് പറയും. അപ്പോൾ നമ്മളെപ്പോഴും ആത്മീയ അന്തരീക്ഷത്തിലല്ല ജീവിക്കുന്നത്, ലോകത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലാണ്. അപ്പോൾ ലോകത്തിൻ്റെ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഇതിനൊരു സിസ്റ്റം ഉണ്ട്. ഞാൻ ഇന്നാളും പറഞ്ഞായിരുന്നു, ഒരു സിസ്റ്റം ഉണ്ട്. ഈ ലോകത്തിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം, മനുഷ്യൻ പോകുന്ന ഒരു സർക്കിൾ നമുക്കറിയാം. മനുഷ്യൻ പോകുന്ന ഒരു സർക്കിളിൻ്റെ അകത്ത് ഒരു വസ്തു, നമ്മൾ ചില സാക്ഷ്യം കേൾക്കുമ്പം നമ്മളെപ്പോഴും പറയുന്നതാണ്, ഈ മുട്ട് തേയ്മാനമൊക്കെ എന്ന സമയത്ത് നിങ്ങളോട് ഞാൻ എപ്പോഴും ചോദിക്കുന്നതാണ്, അത് തേയ്മാനം മാറി ഭയങ്കര വേദനയായിരുന്നു, 10 വർഷമായിട്ട് 15 വർഷമായിട്ട് നടക്കാൻ വയ്യ, ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ സൗഖ്യമാകുമ്പോൾ പറയുന്നുണ്ട് ഇപ്പോൾ അവിടെ വേദനയില്ല. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കാറുണ്ട്, യഥാർത്ഥത്തിൽ ആ തേഞ്ഞ മുട്ടിൻ്റെ അകത്ത് കർത്താവ് വേദന മാറ്റിയതല്ല, ആ തേഞ്ഞ അവസ്ഥയിൽ നിന്നും കർത്താവ് പുതിയതുണ്ടാക്കി വെച്ചതാണ്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കി, തേഞ്ഞതൊരിക്കലും തിരിച്ച് റീസ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. ആ വേദന വരാൻ കാരണം തന്നെ അതിൻ്റെ ബലക്ഷയം വന്നുകൊണ്ടാണ്. ആ ബലക്ഷയം തേഞ്ഞ് വേദനയായിട്ടത് മാറുമ്പോൾ ആ വേദന മാറിയതിൻ്റെ അർത്ഥം ആ തേഞ്ഞതിനെ ദൈവം റീസ്റ്റോർ ചെയ്തു, അതിനെ പുനഃസ്ഥാപിച്ചു, ബലമുള്ളതാക്കി മാറ്റി. അപ്പം ബലം ഉണ്ടാകണമെങ്കിൽ അതിനെന്ത് വേണം? നിങ്ങളുടെ കാലിൽ, നിങ്ങളുടെ ശരീരത്തെ താങ്കളുടെ സ്ട്രെങ്ത് വേണം. അതിന് തേഞ്ഞതിനെ കൊണ്ട് കഴിയത്തില്ല. പകരം തമ്പുരാൻ എന്ത് ചെയ്തു? അസ്ഥിക്കകത്ത് ഒരു ജീവൻ കൊടുത്തു. അപ്പം ഇത് മനുഷ്യൻ്റെ ബുദ്ധിയിൽ ചിന്തിച്ചാൽ അസാധ്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ മനോജ് ബദർ അവിടെ വന്ന് കോട്ടയത്ത് സാക്ഷ്യം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞപ്പോൾ അതിന് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റുമായിട്ട് അദ്ദേഹം പറഞ്ഞു അതിന് ഇനി ട്രീറ്റ്മെൻ്റ് ഇല്ല, ജീവിതകാലം മുഴുവനും ഇത് മാറാൻ ഒരു സാധ്യതയും ഡോക്ടർ പറഞ്ഞു. അതെല്ലാമായിട്ട് അദ്ദേഹം വന്നത്. നിങ്ങൾ ആ യൂട്യൂബിൽ നമുക്ക് ലൈവ് കിടപ്പുണ്ട്, കോട്ടയം മീറ്റിംഗ് കാണുന്നുണ്ട്, എൻ്റെ സർട്ടിഫിക്കറ്റും ഒക്കെ ആയിട്ട് അദ്ദേഹം വന്നത്. പക്ഷെ അദ്ദേഹം കൂട്ടായ്മയിൽ വന്ന് നമ്മുടെ പ്രാർത്ഥനയിൽ എങ്ങനെയാണ് ഈ രോഗസൗഖ്യത്തിലേക്ക് സ്വീകരിക്കുന്നതെന്നുള്ളത് അദ്ദേഹം വചനം കേട്ട് ആ രീതിയിൽ അദ്ദേഹം പ്രാപിച്ചു. ആ അത്ഭുതത്തെ അദ്ദേഹത്തിന് ഉണ്ടാകുവാനിടയത്തു അദ്ദേഹം സാക്ഷ്യം വന്ന് പറഞ്ഞു. അപ്പം മെഡിക്കൽ സയൻസ് പ്രകാരം അതിന് എന്തില്ല, അതിനൊരു ട്രീറ്റ്മെൻ്റ് ഇല്ല. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു? അപ്പം ജഡത്തിൻ്റെ ചിന്ത എന്ന് പറഞ്ഞാൽ ലോകപ്രകാരം, അതുകൊണ്ടാണ് ഞാൻ ഇന്നാൾ പറഞ്ഞു കാർണൽ മൈൻഡഡ്, ലോകപരമായി നാം ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം. എന്നാൽ ആത്മാവിനാൽ, ശ്രദ്ധിച്ചോണം, ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പോൾ ശരീരത്തിലുണ്ടാകുന്ന പ്രവൃത്തികളുണ്ട്, അത് പാപപ്രവൃത്തിയുണ്ട്, അതേപോലെ തന്നെ ജഡത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിക്ക് 2 ഓപ്ഷനുണ്ട് ബൈബിളിൽ. ഒന്ന് കർമ്മമാർഗമുണ്ട്, 2 വിശ്വാസമാർഗമുണ്ട്. ഈ കർമ്മമാർഗത്തെ നാം എന്ത് ചെയ്യണം? മരിപ്പിക്കണം. എന്ത് ചെയ്യണം? കർമ്മമാർഗം നമ്മുടെ മനസ്സിലേക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടാണ് കർത്താവ് അനുഗ്രഹം കിട്ടേണ്ടെന്നൊരു ചോദ്യം വരുമ്പോൾ ഇത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രവൃത്തി മൈൻഡിലേക്കാണ്. ഇനി അടുത്ത വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതിൻ്റെ ഉത്തരത്തിലേക്ക് വരും. 14-ാമത്തെ വാക്യം, ദൈവാത്മാവ് നടത്തുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസൻ്റെ ആത്മാവിനെ അല്ല, പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ അത്ര. അപ്പം ഇവിടെ തന്നെ നോക്കിയേ, ഈ ദാസൻ്റെ പ്രത്യേകത എന്തുവാ? ഞാൻ ഇന്നാൾ പറഞ്ഞായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഓർമ്മയുള്ളവർ ആരെങ്കിലും എന്ന് പറയാം. എന്താ ഈ ദാസൻ്റെ പ്രത്യേകത? ദാസൻ എന്ന് പറഞ്ഞാൽ ഒരു യജമാനുണ്ട്. അപ്പോൾ ദാസനൊരു പ്രത്യേകതയുണ്ട്. ദാസൻ ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യജമാനൻ കൊടുക്കണം. യജമാനൻ കൊടുത്താൽ മാത്രമേ. കണ്ടോ? അപ്പൊ ഇനി യജമാനൻ കൊടുക്കണമെങ്കിൽ ദാസൻ എന്നാ ചെയ്യണം? ശുശ്രൂഷ ചെയ്യും. അപ്പൊ ദാസൻ എന്ത് ചെയ്യണം? യജമാനനെ പ്രീതിപ്പെടുത്തണമെങ്കിൽ ദാസൻ ജോലി ചെയ്യണം. ദാസൻ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ യജമാനന് പ്രീതി ഉണ്ടാകത്തുള്ളൂ. യജമാനൻ പ്രീതിപ്പെട്ടാൽ മാത്രമേ ഉള്ളൂ ദാസന് ഗുണമുള്ളൂ. റോമാലേഖനത്തിൽ പറയുന്നു, പ്രവർത്തിക്കുന്നവന് കൂലി കടമായിട്ടല്ല, അത് അവകാശമായിട്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ ഒരു വ്യക്തി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവന് കൂലി അവകാശമാണ്. നമ്മോട് പറയുകയാണ്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസൻ്റെ ആത്മാവിനെ അല്ല, മനസ്സിലായോ? പുത്രൻ്റെ ആത്മാവ്. അപ്പോൾ പുത്രൻ്റെ പ്രത്യേകത എന്തുവാ? പുത്രൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ ദൈവം നമുക്ക് യജമാനനല്ല. നിങ്ങൾ പറയത്തില്ല ഞാൻ കർത്താവിൻ്റെ ദാസി നമ്മൾ പറഞ്ഞ ആ ഒരു ആത്മീയ അർത്ഥത്തിലല്ല. നമ്മുടെ മനോഭാവത്തിൽ ഇപ്പോഴും നിങ്ങൾക്ക് ദൈവം ഒരു യജമാനനാണെങ്കിൽ നിങ്ങൾ പെട്ടു. നിങ്ങൾക്ക് ഒരിക്കലും കരകയറാൻ കഴിയത്തില്ല.
ദൈവം നിങ്ങൾക്ക് യജമാനനാണെങ്കിൽ നിങ്ങൾക്ക് ശരീരത്തിൽ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കണം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി. അപ്പം അതിനെ മരിപ്പിക്കുന്നത് എങ്ങനെയാ? നിങ്ങൾ ദൈവാത്മാവിനാൽ നടക്കുന്ന മക്കളാന്നുള്ള ഉറപ്പിലാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ ഭയം എന്നാണെന്നറിയാവോ? പലപ്പോഴും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ടെൻഷൻ വരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കർത്താവേ, ഇങ്ങനൊരു ചോദ്യം പലപ്പോഴും കർത്താവേ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം. നമ്മുടെ ഒരു ഭാരം അകത്തോട്ട് കയറും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ അകത്തേക്ക് ഒരു ഭാരം വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മുടെ അകത്ത് കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം, കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം, എനിക്ക് വേണ്ടി പ്രവർത്തിക്കണേ കർത്താവെ നമ്മൾ വിളിക്കും. ശ്രദ്ധിച്ചോണം, ഇനി മുതൽ ശ്രദ്ധിച്ചോണം. ഒരു പ്രശ്നം നമ്മുടെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഏതെങ്കിലും ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയാൽ, ഒരു പ്രശ്നം നിങ്ങൾക്ക് വന്നാൽ കർത്താവെ പ്രവർത്തിക്കണേ എന്നല്ല, എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. മനസ്സിലായോ? ദൈവാത്മാവ് നടത്തുന്നവരെല്ലാം ആരാ? ദൈവത്തിൻ്റെ മക്കളാ. മക്കൾക്കൊരു വിഷയം വന്നാൽ അപ്പന് ചൊവ്വ ഇരിക്കാൻ പറ്റത്തില്ല. നിങ്ങളെല്ലാവരും ഒരപ്പൻ്റെ മക്കളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അപ്പനും അമ്മയായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾക്കൊരു മാതാവും പിതാവും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങളൊന്ന് വീണ് കഴിഞ്ഞാൽ അപ്പനും അമ്മയും പറയും നന്നായിപ്പോയി, നിനക്കത് തന്നെ വരണമെന്ന് പറയുന്ന ഒരു അപ്പനെ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. നിങ്ങളുടെ മക്കൾ തട്ടി വീണ് കഴിഞ്ഞാൽ നന്നായിപ്പോയി, നിനക്കത് വരണമെന്ന് പറയുന്ന ഒരു അപ്പനും അമ്മയാണോ നിങ്ങൾ? അല്ല. അതിൻ്റെ കാരണം എന്നാണെന്നറിയാവോ? അവരുടെ വേദന നിങ്ങളുടെ വേദനയാണ്. ഇവിടെ പറയുകയാണ് ആത്മാവിൻ്റെ പ്രവൃത്തികൾ, ജഡത്തിൻ്റെ പ്രവൃത്തികൾ ആത്മാവിലാൽ മരിപ്പിക്കണം. അപ്പം നമുക്ക് പെട്ടെന്ന് വരുന്നത് പാപചിന്തയാണ്. പാപചിന്തയെ മരിപ്പിക്കാൻ പറ്റും. നിങ്ങൾക്കൊരു ബലഹീന സ്വഭാവമുണ്ട്, അതിനെ ജയിക്കാൻ പറ്റുന്നില്ല, അത് ജയിക്കാൻ വേണ്ടി നിങ്ങൾ ഉപവസിക്കുന്നുണ്ട്, ശാസിക്കുന്നുണ്ട്, ഓടിക്കുന്നുണ്ട്, അത് പോകുന്നില്ലെങ്കിൽ ഞാൻ ഒറ്റ വാക്ക് പറയാം, ഒറ്റ പ്രാർത്ഥന: പരിശുദ്ധാത്മാവേ, എനിക്കൊരു പാപ സ്വഭാവമുണ്ട്, എനിക്കൊരു ബലഹീന സ്വഭാവമുണ്ട്, എനിക്കത് ഇഷ്ടമല്ല, എനിക്കിതിൽ നിന്ന് പുറത്തു വരാൻ, ഈ ശരീരത്തിൽ നിന്ന് പുറത്തു വരുവാൻ, ഈ സ്വഭാവത്തിൽ നിന്നൊരു മാറ്റം ഉണ്ടാകാൻ ഒറ്റ വാക്ക്: പരിശുദ്ധാത്മാവേ, അപ്പാ പിതാവേ, ഇങ്ങനെ പറഞ്ഞു, അപ്പാ പിതാവേ എന്നെ സഹായിക്കണേ. ശ്രദ്ധിച്ചോണം, എന്നെ സഹായിക്കണമെന്ന് പറയുമ്പോൾ കിട്ടിയെന്നുള്ള പരിപാടിയല്ല, സഹായിപ്പാൻ കഴിവുള്ള ദൈവത്തോടാണ് നാം ചോദിക്കുന്നത്. ഇവിടെ പറയും ദൈവാത്മാവ് നടത്തുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസൻ്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ അത്രയേ പ്രാപിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരാണ്? പുത്രൻ്റെ ആത്മാവുള്ളവരാണ്. നിങ്ങൾ മക്കളാണ്. ഇനി 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നാം മക്കളെങ്കിലോ ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താൻ നമ്മുടെ ആത്മാവിയുടെ സാക്ഷ്യം പറഞ്ഞു. അപ്പം ഞാൻ നിങ്ങൾ പറയത്തില്ല, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പം നിങ്ങളുടെ വീട്ടിലോ ഓഫീസിലോ നാട്ടിലോ എവിടെ ആയിക്കോട്ടെ, നിങ്ങൾ ഏത് ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ, നിങ്ങൾ വലിയ കമ്പനിയിലായിക്കോട്ടെ, സാധാരണ ഒരു കൂലിവേല ചെയ്യുന്ന വ്യക്തി ആയിക്കോട്ടെ, ഏത് സാധാരണ ലെവലിൽ പോകുന്ന വ്യക്തി ആയിക്കോട്ടെ, ഇനി വലിയൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, ഒന്നും വ്യത്യാസമില്ല. എവിടെയാണെങ്കിലും നമ്മൾ ജീവിക്കേണ്ടത് ദൈവ മക്കൾ എന്ന മനോഭാവത്തിലായിരിക്കണം. മനസ്സിലാവുന്നുണ്ട്? നമ്മുടെ മനോഭാവം എന്താ? ഇവിടെ അതാ പറയുന്നത്. ഈ ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ അവിടെ ഈ ഒരു പാപത്തെ പറ്റിയാണ് അവിടെ കൂടുതൽ പൗലോസ്ലീഹ പറയുന്നത് എങ്കിൽ അടുത്ത വാക്യത്തിൽ ഒരിക്കലും പറയത്തില്ല നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസൻ്റെ ആത്മാവിനെ അല്ല. അപ്പം ദാസൻ്റെ പ്രത്യേകത എന്തുവാ? ഈ ദാസൻ എന്നുള്ള വാക്ക് വരുന്ന സമയത്തൊക്കെ ഓർത്താൽ മതി, പഴയ നിയമത്തിലെ വിശുദ്ധന്മാരെ, പഴയ നിയമ ഭക്തന്മാരെ കാണിക്കുന്നത്. നമ്മൾ പഴയ നിയമം മുഴുവൻ നോക്കിക്കേ, പ്രത്യേകിച്ച് നമ്മൾ ഈ സങ്കീർത്തനൊക്കെ വായിക്കുന്ന സമയത്ത് അവരുടെ നിലവിളിയും പ്രാർത്ഥനയും നോക്കിയാൽ മതി. എൻ്റെ കർത്താവേ, ഞങ്ങളെ ഈ പടുകുഴിയിൽ നിന്ന് രക്ഷിക്കണമേ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കർത്താവേ, അങ്ങ് ഞങ്ങളെ രക്ഷിക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നൊക്കെ അവർ ചോദിക്കുന്നത്. എന്തിനാ അങ്ങനെ ചോദിക്കുന്ന അറിയാവോ? അവർക്ക് ദൈവം യജമാനനാണ്, അവർ ദൈവത്തിൻ്റെ ദാസന്മാരാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത്? അവരുടെ മനോഭാവം എപ്പോഴും ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാം, ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയിട്ട് എന്ത് പ്രവർത്തിച്ചാലാണത് കിട്ടാൻ വേണ്ടി പോകുന്നത് എന്നുള്ള മനോഭാവത്തിൽ അവർ ജീവിക്കുന്നത്. അത് ചെയ്യാതെ വരുമ്പോൾ അവർക്ക് എന്തുണ്ടാകുമെന്ന് അറിയാവോ? നിരാശയുണ്ടാകും, ഭയമുണ്ടാകും. നമ്മളോട് പറയുകയാണ് അപ്പോസ്തലനായ പൗലോസ്ലീഹ, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസനല്ല പുത്രനാണ്. ശ്രദ്ധിച്ചോണം, ദാസനല്ല പുത്രനാണ്. പുത്രൻ്റെ പ്രത്യേകത എന്താണ്? പുത്രനെങ്കിലോ 17-ാം വാക്യത്തിൽ നിങ്ങൾ അവകാശികളാണ്. 17-ാമത്തെ വാക്യം നോക്കിയേ, നിങ്ങൾ മക്കളെങ്കിലോ അവകാശികളാകുന്നു, ദൈവത്തിൻ്റെ അവകാശിയും ക്രിസ്തുവേശുവിൽ കൂട്ടവകാശിയും തന്നെ. അപ്പോൾ ജഡത്തിൽ ഉണ്ടാകുന്ന നമ്മുടെ ചിന്തകളെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം? പുത്രനെ പോലെ നോക്കണം. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രനാണ്. നിങ്ങളെ മനസ്സിലാകാത്ത ഭാഷയെ പറയാം, നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രനാണ്. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചേ. നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രനാണേ. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രൻ
ആ ഒരു വിഷയത്തെ എങ്ങനെ കാണും? നമുക്ക് ഏറ്റവും നല്ലൊരു ഉദാഹരണമുണ്ട്. ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിൽ വരുന്ന പേരെന്തുവാ? ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ കണ്ണു തുറന്നു, മ്യൂട്ട് മാറ്റിട്ടുണ്ട്. ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിൽ വരുന്ന പേര് ആരുടെയാ? യേശു കർത്താവ്. ശ്രദ്ധിച്ച്, യേശു കർത്താവിനല്ലാതെ വേറൊരു വാക്ക് നമുക്ക് വരത്തില്ല. ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് യേശുവാണ്. നിങ്ങൾ നോക്കിയേ, അതേ പദപ്രയോഗമല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസന്റെ ആത്മാവിനെ അല്ല, അപ്പാ പിതാവ്. അപ്പൊ യേശു പിതാവിനെ എങ്ങനെ വിളിച്ചത്? യജമാനനെ എന്നല്ല, അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ അത്രയും നിങ്ങളും പ്രാപിച്ചത്. എന്നിട്ട് പറയുകയാണ്, നിങ്ങളെപ്പറ്റി പറയുകയാണ്, ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താൻ നിങ്ങളുടെ ആത്മാവോട് സാക്ഷ്യം. അപ്പം നിങ്ങളിപ്പോൾ ആരാ? യേശുവിനെ പോലെ ദൈവത്തിൻ്റെ മക്കളാ നിങ്ങൾ. യേശു ഇതാ വന്ന് പഠിപ്പിക്കാൻ നോക്കിയത് ഭൂമിയിൽ വന്നിട്ട്. ഇപ്പം മനസ്സിലായോ? നിങ്ങളെ ഞാൻ സഹോദരന്മാരെ എന്ന് വിളിക്കുന്ന കർത്താവ് പറഞ്ഞില്ലേ ശിഷ്യന്മാരെ നോക്കിയോണ്ട്? അതുപോലെ പത്രോസെ, യോഹന്നാനെ, യാക്കോബെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് കർത്താവ് പറയും, ഇനി നിങ്ങളെ ഞാൻ എന്ത് ചെയ്യത്തില്ല, നിങ്ങളെ ഞാൻ സഹോദരന്മാരെ എന്ന് വിളിക്കുന്നത്. എൻ്റെ കാരണം എന്നറിയാവോ? എനിക്ക് ലഭിച്ച അതേ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ, എനിക്കുള്ള അതേ പുത്രൻ്റെ ആത്മാവിനെ നിങ്ങൾക്കും സ്വർഗസ്ഥനായ പിതാവ് തരും. അപ്പം നിങ്ങൾ ആരാണ്? എന്നെപ്പോലെ തന്നെ പുത്രത്വം ലഭിച്ചവരാണ്. ഇത് യേശു നമ്മളെ പഠിപ്പിക്കുകയാണ്, ഒരു പുത്രൻ എങ്ങനെയാണ് ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കല്യാണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പുത്രനെ പോലെ ചിന്തിക്കണം. യേശു അങ്ങനെയല്ലേ പഠിപ്പിച്ചത്? കർത്താവ് ഒരു മരണ വീട്ടിൽ പോയിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ പോയി നിന്നോ? ഇല്ല. അപ്പോൾ എല്ലാ മരണം ഉയർപ്പിക്കാനുള്ളതല്ല കേട്ടോ, ചിന്തിക്കരുത്. എല്ലാ മരിച്ചവർക്ക് ഉയർപ്പിക്കാനല്ല. ദൈവം പറയും, മക്കളോട് ദൈവം പറയും. ഇനി ഒരു പ്രശ്നം വരുമ്പോൾ യേശു അങ്ങനെ കൈകെട്ടി നോക്കിയെന്നോ? ഇല്ല. കർത്താവ് അവിടെ ദൈവപുത്രനെ പോലെ പെരുമാറി. ഇതാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്, ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. അല്ലെങ്കിൽ എന്നാ സംഭവിക്കുന്നറിയോ? നിങ്ങൾ ലോക മനുഷ്യനെ പോലെ ചിന്തിച്ചുകൊണ്ടിരിക്കും, ലോകത്തിലെ മക്കളെ പോലെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ലോകത്തിൻ്റെ മക്കളുടെ പ്രത്യേകത എന്തുവാ? ലോകത്തിൻ്റെ മക്കൾ ലോകം പോകുന്ന പോലെ ചിന്തിക്കും. മനസ്സിലാകുന്നുണ്ടോ? അവർ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാതെ നിങ്ങളൊരു പ്രശ്നം വരുമ്പോൾ, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്, ഞാൻ ദൈവത്തിൻ്റെ മകളാണ്, മകനാണ്, എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു പിതാവുണ്ട്, ആ പുത്രനെ പോലെ ചിന്തിച്ചു തുടങ്ങി. എന്തോരം സാധ്യത കിടപ്പുണ്ടല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കി, എന്തോരം സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു രോഗം നിങ്ങൾക്ക് വന്നതേക്ക്, രോഗത്താൽ ഭാരപ്പെടുന്നവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം. ഞാൻ വരും ദിവസങ്ങളിൽ നമുക്കൊന്നുകൂടെ ഒരു രോഗസൗഖ്യത്തിൻ്റെ ഒരു വചനം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, നിങ്ങൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഒറ്റയ്ക്കാന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം. ഞാൻ ഒറ്റപ്പെട്ടു പോയി, ഞാൻ ഒറ്റയ്ക്കാണല്ലോ, ഒറ്റപ്പെട്ടിരിക്കുകയാണ്, അങ്ങനെ ഒരു തോന്നൽ നിങ്ങളകത്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യണം? അപ്പാന്ന് ദൈവത്തെ വിളിക്കണം. എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവം എന്നുള്ള വിളി സ്റ്റോപ്പ് ചെയ്യണം. അത് തെറ്റാന്നല്ല കൊണ്ട് തെറ്റിദ്ധരിക്കല്. നിങ്ങൾക്ക് അങ്ങനെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം പിതാവിനെ നിങ്ങൾ എങ്ങനെയാണ് വിളിക്കുന്നത്? അതേപോലെ ദൈവത്തെ വിളിക്കണം. അങ്ങനെ നിങ്ങളൊന്ന് വിളിച്ചു നോക്കി കുറച്ച് ദിവസം, എന്നിട്ടൊന്ന് സംസാരിച്ച്, അപ്പാ ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടിരിക്കുന്ന അപ്പാ എന്നെ ഒന്ന് ബലപ്പെടുത്തണം, അപ്പാ എൻ്റെ മനസ്സിനൊന്ന് പുതുക്കണം, അപ്പാ. ഒരപ്പനുള്ള ആൾ അല്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിനോട് നിങ്ങൾ മക്കളായിരിക്കുന്നത് പോലെ ഒന്ന് ബിഹേവ് ചെയ്താൽ നമ്മുടെ മൈൻഡ് സെറ്റപ്പ് എവിടെ പ്രശ്നം വരും? നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള അറിവ് നിങ്ങൾക്കുണ്ട്. ഞാൻ ഈ വചനം പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ബ്രദർ, എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ദൈവത്തിൻ്റെ മകളാണ് എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രകടിക്കപ്പെടുന്നില്ല. അതിൻ്റെ കാരണം എന്നാണെന്നറിയാവോ? ഒരു പ്രാക്ടിക്കൽ ലൈഫിലോട്ട് വരുന്ന സമയത്ത് നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലെ അച്ഛൻ്റെ മകളെ പോലെ പെരുമാറിക്കൊണ്ടിരിക്കുക, ലോക മനുഷ്യനെ പോലെ, ലോകത്തിൻ്റെ പുത്രന്മാരെ പോലെയും പുത്രിമാരെ പോലെയും നമ്മൾ ബിഹേവ് ചെയ്യുക. അതുകൊണ്ട് എന്നാ സംഭവിക്കുന്നറിയാവോ? അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുക, നമ്മൾ സങ്കടപ്പെട്ടിരിക്കുക. യേശു എവിടെയെങ്കിലും പോയിട്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ലാസറിൻ്റെ ഭവനത്തിൽ പോയി കരഞ്ഞതിൻ്റെ കാരണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താ കാരണം എന്നാൽ, കർത്താവ് ഒരു സ്ഥലത്ത് ചെന്ന ഉടനെ അവിടെ ദൈവപുത്രനെ പോലെ പെരുമാറുക. പിശാശ് ഇളകി വരുന്ന സമയത്ത് ഓടിക്കുമെന്ന് പറയുമല്ല, നമ്മൾ പറയത്തില്ല പിശാശ് ഇങ്ങനെ മൊത്തം ഇട്ട് വട്ടം കറക്കും. നമ്മൾ ലോകത്തിൻ്റെ മക്കൾ അങ്ങനെ പറയുന്നത്, പക്ഷെ ദൈവത്തിൻ്റെ മക്കൾ അതിനെ ഓടിക്കുവാൻ കൃപ ലഭിച്ചവരാ. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിൻ്റെ മക്കൾക്ക് രോഗം വന്നാൽ സൗഖ്യമാക്കുന്ന ദൈവമുണ്ട്. ദൈവത്തിൻ്റെ മക്കൾക്ക് ഒരു പ്രശ്നം വന്നാൽ വിടുവിക്കുന്ന ഒരു പിതാവുണ്ട്. ഈ ഒരു മനോഭാവം നമ്മളിൽ നിറയട്ടെ. ആമേൻ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കുന്നല്ലോ. എൻ്റെ കൂടെ ഇന്ന് ആ ഒരു
ഭാവത്തിലേക്ക് ദൈവാത്മാവ് നമ്മളെ കയറ്റട്ടെ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവിനെ ഈ ശ്യാം എന്ന് പറയുന്ന ഒരു പേരെൻ്റെ മനസ്സിലേക്ക് വരും. ശ്യാം എന്നാണ് പേര് വരുന്നത്. അങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ശ്യാം എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് എൻ്റെ മനസ്സിലേക്ക് തരികയാണ്. എനിക്കറിയത്തില്ല അത് ഒഫീഷ്യലായിട്ടുള്ള പേരാണെന്ന് എനിക്കത്തില്ല. ശ്യാം എന്ന് പറയുന്ന ഇന്ന് കർത്താവ് ഇന്ന് ആ കുടുംബത്തെ തൊടുകയാണ്. ആ മകനെ ദൈവാത്മാവ് സ്പർശിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ശ്യാമിൻ്റെ ഭവനത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ ഭവനത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികൾ ഉണ്ടായി വരുന്നതായിട്ട് ദൈവം കൊണ്ട് പറയുന്നു. ഈ ദിവസങ്ങളിൽ ആ പുത്രൻ്റെ മനോഭാവത്തിൽ നിങ്ങളൊന്ന് കയറട്ടെ. പുത്രൻ്റെ മനോഭാവത്തിൽ ഇന്ന് ആ ശ്യാമിൻ്റെ ഭവനത്തിൽ ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഒരു മുറിക്കകത്ത് ഒരു ഡോറ്, എനിക്ക് വന്നത് ഡോറില്ലായിട്ടാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ അകത്ത് കുറേ ഇങ്ങനെ ഈ ഒരു സാരികൾ അടുക്കി വെച്ചു, പക്ഷേ അതിന് ഡോറില്ലാത്ത ഒരു ഷെൽഫ് പോലെ ഞാൻ കാണുന്നത്. ഇങ്ങനെ കുറേ സാരികളോ മറ്റേ കളർഫുള്ളായിട്ടുള്ള വസ്ത്രങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ഇത് ഞാൻ കാണുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ കയറി വരുന്ന അകത്തൊരു മുറിയിലാണ് ഞാൻ കാണുന്നത്. ആ ഒരു മുറിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി ഇന്ന് അവിടെ ഉണ്ടാകുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. നിങ്ങൾ മ്യൂട്ട് മാറ്റി ഒരു മ്യൂട്ടാക്കണം കേട്ടോ. പറയാൻ വേണ്ടിയാണെങ്കിൽ മ്യൂട്ട് സംസാരിച്ചോണം, അല്ലെങ്കിൽ നിങ്ങൾ മ്യൂട്ട് ചെയ്തോണേ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി എന്ന് വെളിപ്പെടുന്നില്ലപ്പാ. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, ഭവനത്തിൻ്റെ മേൽ അതെത്ര വിദൂരതയിലാണെങ്കിലും ആ ഭവനത്തിൻ്റെ മേൽ എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോട്ടെ. ദിവ്യ സമാധാനം അവിടെ ഉണ്ടാകട്ടെ. ദിവ്യ സമാധാനം ഉണ്ടായി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ ഇന്ന് ആ ഒരു മക്കളുടെ ഒന്ന് ചിന്തിച്ചു നോക്കി. ഞാൻ കർത്താവിൻ്റെ മകളാണ്. നമ്മുടെ മുമ്പിലിരിക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ മക്കളാണ് നിങ്ങൾ. അപ്പോൾ ആ ഒരു ചിന്തയിൽ നമ്മുടെ പ്രശ്നത്തെ നോക്കിക്കേ. യേശു നോക്കുന്നത് പോലെ നമുക്ക് നോക്കാൻ പറ്റും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, പുത്രൻ്റെ യേശുവിൻ്റെ ആത്മാവ് നമുക്ക് തന്നിരിക്കുന്നത്. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രൻ്റെ ആത്മാവിനെ അത്രേ നമുക്ക് തന്നിരിക്കുന്നത്. പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്. നമുക്ക് കർത്താവ് തന്നതാ. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു എങ്ങനെയാണ് വിഷയത്തെ നോക്കുന്നത്, അതേപോലെ ഒന്ന് നോക്കിക്കേ. കർത്താവ് നോക്കിയാൽ അവിടെ കരയാൻ തോന്നത്തില്ല. കർത്താവ് നോക്കിയാൽ ഒരു പരിഹാരമുണ്ട്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി എന്നിവിടെ ഉണ്ടായി വരുന്നല്ലോ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഞാൻ കാണുന്നൊരു കാഴ്ച, ഈ ചകിരിത്തൊണ്ടുകൾ, ഈ തെങ്ങിൻ്റെ ഈ തേങ്ങയുടെ തൊണ്ട്, ചകിരിത്തൊണ്ട് ഞങ്ങളുടെ അവിടെ പറയുന്നത്. ഈ തൊണ്ടുകൾ വീടിൻ്റെ വലതുവശത്തായിട്ട്, ഇത് കയറി വരുന്ന വീടിൻ്റെ വലതുവശത്തായിട്ട് പുറകിലോട്ട് പോകുന്ന ഒരു കോണിലായിട്ട് ചെറുതായിട്ട് കൂട്ടിയിട്ടിരിക്കുന്ന ഒരു ഭവനത്തെ ഞാൻ കാണും. ഒത്തിരിയായിട്ട് കൂട്ടി, ബൾക്കായിട്ടൊന്നുമല്ല, കൂട്ടിയിട്ടിരിക്കുന്ന ഒരു ഭവനത്തെ ഞാൻ കാണുക. ആ ഭവനത്തിൻ്റെ മേൽ കർത്താവിനെ ഒരു അടയാളം പോലെ ആ ഭവനത്തെ കർത്താവ് കാണിക്കുവാണ്. ആ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുന്നതും ആ കുടുംബത്തിൻ്റെ അകത്ത് ഒരു വ്യക്തിയെ, ഞാൻ കാണുന്നത് ഒരു 56 വയസ്സിനോളം അടുത്ത് പ്രായം തോന്നിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്ന ഒരു കാഴ്ച എന്നെ ദൈവം കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഏകദേശം ഒരു പ്രായമാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു കുടുംബത്തിൻ്റെ മേൽ എന്നെ കർത്താവ് കാണിക്കുന്നു. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ദൈവാത്മാവ് എന്നെ ഈ പത്രോസ് എന്നല്ലെങ്കിൽ പീറ്റർ എന്ന് പറയുന്നത് പോലെ ഒരു പേരും കൂടെ കർത്താവ്. സിസ്റ്ററുടെ വീടാണോ? ഏറ്റെടുത്ത് സിസ്റ്ററെ, കർത്താവ് എന്ന കുടുംബത്തിൻ്റെ മേൽ വലിയ പ്രവൃത്തി എന്നെ കർത്താവ് കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത്, ദൈവാത്മാവ് എന്ന കുടുംബത്തെ ഇടപെടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവെ, ആ കുടുംബത്തിൻ്റെ മേൽ വലിയ സമാധാനം. ഇന്ന് കേട്ടല്ലോ, പുത്രനെ പോലെ നോക്കിക്കേ. ഇന്ന് ഈ പ്രാർത്ഥന കൈക്കൊള്ളുക, നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കുടുങ്ങത്തില്ല കേട്ടോ. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടന്നുകൊണ്ടിരിക്കുക. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരാളോട് എല്ലാം പറഞ്ഞു, എല്ലാവരോടും ഞാൻ പറയാം കേട്ടോ, ഇത് കേൾക്കുന്നതൊരു അനുഗ്രഹമാണ്. അതിൻ്റെ കാരണം ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളെന്ന് പരിശുദ്ധ ആത്മാവ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ വിഷയത്തെ നോക്കിക്കൊണ്ട് യേശു പറയുന്നത് പോലെ പറയാൻ പറ്റും നിങ്ങൾക്ക്. അതേ ആത്മാവ് നിങ്ങളുടെ അകത്തുണ്ട്. നിങ്ങൾ മക്കളാണ് കേട്ടോ. ഒരു പ്രശ്നം വരുമ്പോൾ മക്കളെ കർത്താവ് ഇട്ടേച്ച് ഓടത്തില്ല. ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ അപ്പ അങ്ങയുടെ മകളാപ്പണപ്പ എന്ന് പറയണം, അങ്ങയുടെ മകനാണപ്പ. അങ്ങനെ ഒരു മൈൻഡ് സെറ്റപ്പ് ഇവ. ഒറ്റപ്പെടൽ നിൽക്കുന്നവർ ഇന്ന് മുതൽ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കല്ലേ. ഒരു ഒറ്റപ്പെടലിൻ്റെ അനുഭവം ഉള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവമേ
ഏത് രോഗത്താൽ ഭാരപ്പെടുന്ന വശത്ത് ഏറ്റവും താഴെ നടുവിൻ്റെ ആ നടു പുറകോട്ട് താഴേക്ക് വരുമ്പോൾ ഇങ്ങനെ സൗഖ്യത്തിൻ്റെ ശക്തി വെളിപ്പെടുക. ചില സമയത്ത് ഇരിക്കുമ്പോൾ ഒരു മുള്ളു കുത്തി കയറുന്നത് പോലൊരു വേദന അനുഭവപ്പെടും. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം നിങ്ങളുടെ മേൽ വന്നുകൊണ്ടിരിക്കുക. സൗഖ്യം നിങ്ങളുടെ മേൽ വന്നുകൊണ്ടിരിക്കുക. ഞാനിത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവെന്നെ ഒരു ജലജ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ജലജയുടെ മോനെയും കർത്താവ് സ്പർശിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് തൊടുകയാണ്. അതോടൊപ്പം തന്നെ ദൈവാത്മാവോട് പറയുന്ന ഒരു ഔസേപ്പിൻ്റെ ഭവനം, ഒരു പഴക്കം ചെന്നൊരു ഭവനം ഞാൻ കാണുന്നത്. ഔസേപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തെ, ആ വ്യക്തിയുടെ അഡ്രസ്സിലാണ്, ആ വ്യക്തിയുടെ അഡ്രസ്സിലാണ് ആ കുടുംബത്തെ ഞാൻ കാണുന്നത്. ഇന്ന് അവകാശം പറഞ്ഞു നിൽക്കുന്ന ചിലത് ഒരു വസ്തുവിൻ്റെ മേൽ നാളുകളായിട്ട് അവിടെ വിട്ടേച്ച് പോകാൻ ഇനി പറ്റത്തുള്ളൂ എന്ന രീതിയിൽ ഇതെല്ലാം വിറ്റ് നമുക്ക് വിറ്റ് കളഞ്ഞിട്ട് നമുക്ക് പോയേക്കാമെന്ന് പോലും പറയുന്ന രീതിയിൽ ഓരോരോ പ്രശ്നങ്ങൾ ആ ഭരണത്തിലിട്ട് കയറി വരുന്നൊരവസ്ഥയുണ്ട്. ഇന്ന് അതിൽ നിന്നൊക്കെയും കർത്താവ് വിടിവിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവെ, അങ്ങ് സ്പർശിക്കുന്നല്ലോ, അങ്ങ് തൊടുന്നല്ലോ കർത്താവെ, അങ്ങ് ഓരോ വ്യക്തികളുടെ മേലും അങ്ങയുടെ പ്രവൃത്തി അങ്ങ് അയക്കുന്നല്ലോ കർത്താവെ. അങ്ങ് തൊട്ട് അത്ഭുത സാക്ഷ്യമാക്കുന്ന ദൈവത്തിൻ്റെ വൻ കൃപയ്ക്ക് നന്ദി പറയുന്നപ്പ. അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവെ ആരാധന. ഞാനൊരു കുടുംബത്തിലൊരു മകനെ കാണുന്നു. യേശു ക്രിസ്തുവിനെ 1989 മാർച്ച് മാസത്തിൽ ജനിച്ച ഒരു മകനെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് ദൈവം പറയുന്നു. ഒരു മകനെയാണ് ദൈവം സ്പർശിക്കുന്നതായിട്ട് പറയുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ആ വിഷയത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി അങ്ങ് അയക്കുന്നല്ലോ അപ്പ. ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് രോഗത്താൽ ഭാരപ്പെടുന്നവർ ശ്രദ്ധിച്ചോണം, കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറയണം, ബുദ്ധി ജഡത്തിൻ്റെ ചിന്ത പറയുന്നു, ഞാൻ ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടത്തില്ല, എനിക്ക് ഈ രോഗത്തിൽ നിന്ന് മാറ്റം വരത്തില്ല. മെഡിക്കൽ സയൻസ് പറയുന്നു ഇതിൽ നിന്ന് ഒരു രക്ഷ എനിക്കില്ല. മെഡിക്കൽ സയൻസ് പറയുന്നു എനിക്കിതിൽ നിന്ന് സൗഖ്യമില്ല. പക്ഷേ പുത്രൻ, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇനി ഒരു സൊല്യൂഷനും ഇല്ലെങ്കിലും ദൈവം ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി തരും. ദൈവത്തിൻ്റെ മക്കളെ വിടുവിക്കാൻ വേണ്ടി ദൈവം ആകാശം തുറക്കും. ദൈവത്തിൻ്റെ മക്കളെ വിടുവിക്കാൻ വേണ്ടി ദൈവം എന്തും ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ദാസന്മാരെ രക്ഷിക്കാൻ വേണ്ടി, അവർക്ക് ആഹാരത്തിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഭൂമിയിലൊരു ഹോട്ടലല്ല തുടങ്ങിയത്, പകരം ആകാശം തുറന്നു. മക്കൾക്ക് വേണ്ടിയല്ല, ദാസന്മാരാ. മോശ എൻ്റെ ദാസനാ. ദാസന് വേണ്ടി സ്വർഗത്തിലെ ദൈവം ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നവർക്ക് മന്ന കൊഴിച്ചു കൊടുത്തുവെങ്കിൽ പുത്രനായ നിങ്ങൾക്ക് വേണ്ടി, മകളായ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഏതൊക്കെ വഴികൾ തുറക്കും. അങ്ങനെ ചിന്തിച്ച്, അങ്ങനെ പ്രാർത്ഥിച്ച്, അങ്ങനെ വിശ്വസിച്ച് ഈ നിമിഷം വലിയൊരു ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ ഹൃദയത്തിലേക്ക് വലിയൊരു സമാധാനം വെളിപ്പെടുക. അതിനെ യേശുവിൻ്റെ നാമത്തിൽ പകരുന്ന കർത്താവേ, ഇപ്പം തന്നെ രോഗത്താൽ ഭാരപ്പെടുന്ന വേദനയുള്ള ഭാഗങ്ങളുടെ കൈവച്ച് ആ രോഗമുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളുടെ കർത്താവിനെ വാക്ക് കാണിക്കുന്നു. മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ തിരുത്താൻ വേണ്ടി പോവുക, വലിയ സാക്ഷ്യമായി കാണാൻ വേണ്ടി പോവുക. എല്ലാ മരവിപ്പുകളും സൗഖ്യമാകുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, എല്ലാ കൗണ്ടുകളും സൗഖ്യമാകുക. യേശുവിൻ്റെ തിരുമുറിവിനാൽ അത്ഭുതമുണ്ട്. യേശുവിൻ്റെ തിരുമുറിവിനാൽ സാക്ഷ്യമുണ്ട്. കർത്താവെ, ഞങ്ങളിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പ. പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്നല്ലോ. ദൈവാത്മാവ് ഓരോ വ്യക്തികളെയും തൊടുന്നല്ലോ. ദൈവാത്മാവ് ഓരോ വ്യക്തികളെയും അത്ഭുതമാക്കി മാറ്റുന്നല്ലോ. യേശുവേ നന്ദി കർത്താവെ. ഇന്നത്തെ ദിവസം കർത്താവെ, അങ്ങനെ വലിയ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നല്ലോ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. ഇന്ന് ഒറ്റപ്പെടലിൽ നിൽക്കുന്ന ഒരു മാതാവിനെ കർത്താവ് സ്പർശിക്കുക. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്ന വലിയൊരു ദൈവിക സമാധാനം കൊണ്ട് പൊതിയുക. കർത്താവെ, ഞങ്ങളിന്ന് ബലപ്പെടുത്തുന്നപ്പാ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൊടുന്നല്ലോ അപ്പ. അതിരുകളെ കുടുംബത്തിൻ്റെ മേൽ വലിയൊരു സമാധാനത്തെ കൽപ്പിക്കുന്നു. ഇന്ന് പറയണം, ഞാൻ മകൾ, അങ്ങനെ പറഞ്ഞോണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ബലം എന്നാണെന്നറിയാവോ? നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ളതാണ് ബലം. ഇതിൽ നിന്ന് താഴെ പോയി പരിപാടി. അതാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്, ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിക്കണം. എന്താ ആത്മാവ് ചെയ്യുന്നത്? 16-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താൻ നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നീ മകളാ 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 മകളാ, മകനാ മകനാ മകനാ. മകനെ പിടിവിക്കുന്നൊരു ദൈവം ഉണ്ട്, പിതാവുണ്ട്. ആമേൻ.
കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരെയും ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പോൾ ദിവ്യ സമാധാനം നിറയട്ടെ, ദിവ്യ സമാധാനം, ദിവ്യ ആരോഗ്യം നിറയട്ടെ. പ്രാർത്ഥിച്ചെന്ന് അനുഗ്രഹിക്കുന്നപ്പം എന്നോട് കർത്താവിന് പറഞ്ഞൊരു ജേക്കബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൻ്റെ മേൽ, ജേക്കബിൻ്റെ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുന്നു. ജേക്കബിൻ്റെ ഭവനത്തിൻ്റെ മേൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു പ്രവൃത്തിയെ കർത്താവ് വായിക്കുന്നു. ഞാൻ കാണുന്നൊരു കാഴ്ച യേശുവിൻ്റെ നാമത്തിൽ ആ ജേക്കബിൻ്റെ ഭവനത്തിൻ്റെ അകത്തൊരു നീതു എന്ന് പറയുന്ന ഒരു മോളെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറഞ്ഞു. ജേക്കബിൻ്റെ ഭവനത്തിൽ ഒരു നീതു എന്ന് പറഞ്ഞ ഒരു മോളെ കർത്താവ് സ്പർശിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവെ, ഞങ്ങളത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കുടുംബത്തിൻ്റെ മേൽ, മക്കളുടെ ഭാവിയെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഇതൊരു സാക്ഷ്യമാകട്ടെ. ഈ ദിവസങ്ങളിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ജയിക്കുമോ? ഞാൻ ദൈവത്തിൻ്റെ മകളാ, എൻ്റെ പിതാവ് എന്നെ സഹായിക്കുമെന്ന് പറയണം. എൻ്റെ അപ്പൻ എന്നെ സഹായിക്കും, എൻ്റെ അപ്പൻ എന്നെ സഹായിക്കും. എനിക്കൊരു അപ്പനുണ്ട്, ഞാൻ അനാഥനല്ല, എനിക്കൊരു അപ്പനുണ്ട്, എനിക്ക് നല്ലൊരു പിതാവുണ്ടെന്ന് പറയണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നമ്മളെ തൊടുന്നതിന് നന്ദി, സൗഖ്യമാക്കുന്നതിന് നന്ദി. അത്ഭുതകരമായ പ്രവൃത്തികൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഈ സമയത്ത് ആർക്കെങ്കിലും കർത്താവ് ആലോചന ഇടപെട്ടവരുണ്ടെങ്കിൽ ദൈവം ചെയ്ത സാക്ഷ്യം, ഇന്നലെ കർത്താവ് ചെയ്തതുപോലെ തന്നെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ആർക്കെങ്കിലും പറയുവാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള സമയമാണ്. ചുരുക്കം വാക്കുകളിൽ പറയുവാൻ ശ്രമിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് പ്രാർത്ഥനാ വിഷയം പറയരുത്. ഞാൻ ഇന്ന് നാളെയൊക്കെ ഞാൻ വാട്സാപ്പിൻ്റെ ചാറ്റ് ബോക്സൊക്കെ ഓണാക്കും. നിങ്ങൾക്ക് അതിലേക്ക് പ്രയർ റിക്വസ്റ്റുകളൊക്കെ അയക്കാൻ പറ്റും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഹലോ ബ്രദർ. പറഞ്ഞു. ഹായ് ഒരുമിച്ച് പാസ്റ്റർ, പ്രൈസ് ദി ലോർഡ് ഇപ്പൊ പറഞ്ഞില്ലേ പാസ്റ്റർ. ഒരുമിച്ച് പറയല്ലേ. ആ, ഹലോ ഇപ്പൊ ബ്രദർ. പറഞ്ഞില്ലേ ജേക്കബ് എന്ന് പറഞ്ഞ ഒറ്റപ്പെടലിന്റെ ഒരു അവസ്ഥയിലാണ് പാസ്റ്റർ. അത് ഒരുമിച്ച്. ഞങ്ങളുടെ ചർച്ചിലുള്ളതാണ്. അവർക്കൊരു മകളുണ്ട്, നീതു എന്ന് പറഞ്ഞ മകളുണ്ട്. പറഞ്ഞോട്ടെ പാസ്റ്റർ. ഒരു സെക്കൻഡ് സിസ്റ്ററെ. ഈ ജേക്കബ് എന്ന് പറയുന്ന ആൾക്ക് നീതു എന്ന മകളുള്ള ആരാ? ഒരു മിനിറ്റ്, എന്നെ മ്യൂട്ടായല്ലോ. പാസ്റ്റർ പറഞ്ഞു. ഹലോ. സ്തോത്രം. ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ ജേക്കബ് എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ ചർച്ചിൽ വരുന്ന ഒരു ബ്രദറാണ്. അവർക്കൊരു മോളാണ് നീതു. മോൾക്ക് പിന്നെ കുഞ്ഞുങ്ങളില്ലാതെ കുറെ വർഷങ്ങളായി. അപ്പം പിന്നെ കുറെ പ്രാവശ്യം കുഞ്ഞുണ്ടായിട്ട് അത് അബോർഷനായി പോകുമായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും ആ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്. അത് വലിയൊരു സാക്ഷ്യമൊക്കെ സിസ്റ്ററെ. കർത്താവ് അത് തൊട്ട് കേട്ടോ. കർത്താവിന് ജേക്കബിൻ്റെ മോളും നീതുവിൻ്റെ ദൈവസ്വഭാവം അവർ ഇന്ന് തന്നെ വിളിച്ച് പറയണം. ഇനി ആ തലമുറ നഷ്ടപ്പെടത്തില്ല, ഉദരത്തെ സ്വർഗം തുറക്കും, ഇനി ഒരു മിസ്കാരേജ് ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു കേട്ടോ. കർത്താവ് അത്ഭുതമാക്കും സിസ്റ്ററെ. ഗോഡ് ബ്ലെസ്. ഇപ്പം ബ്രദറെ, ഇപ്പൊ കോക്കിക്സിന് വേദനയുള്ള, അതായത് നടുവിന്റെ ഏറ്റവും താഴ്ഭാഗത്ത് വേദനയുള്ള ഒരാളെ കർത്താവ് തൊടുന്നെന്ന് പറഞ്ഞില്ലേ? എനിക്ക് ഭയങ്കര വേദനയാ ബ്രദറെ. അപ്പൊ ഇരിക്കുമ്പോ ഭയങ്കര വേദന. ഞാനത് കാരണം ചാഞ്ഞു കിടന്നായിരുന്നു ബ്രദറിന്റെ പ്രാർത്ഥന ഇപ്പം കേട്ടോണ്ടിരുന്നത്. ഞാനത് ഏറ്റെടുക്കുന്നു ബ്രദറെ. പരിപൂർണമായിട്ടും ദൈവം വിടുതൽ തരട്ടെ. ആമേൻ. അങ്ങനെ പറഞ്ഞ കർത്താവ് എന്നെ സൗഖ്യമാക്കിയത് നന്ദി എന്ന് പറഞ്ഞു കേട്ടോ. സൗഖ്യമാക്കി. പറഞ്ഞു. പറഞ്ഞില്ലേ ബ്രദറെ? ഒരു സെക്കൻഡ് പറഞ്ഞു. ബ്രദർ ജലജ എന്ന് പറഞ്ഞില്ലേ ബ്രദറെ? ആ, വീടിന്റെ വലതുഭാഗത്ത് ഇങ്ങനെ തേങ്ങയുടെ ഇത് ചകിരി കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് എന്നെ പറഞ്ഞത്. തീർച്ചയായിട്ടും ഏറ്റെടുത്തോളം. കർത്താവ് ആ ഭവനത്തെ കണ്ടു. ദൈവിക ആലോചന പോലെ തന്നെ അത് കർത്താവ് അത് ചെയ്യുവാൻ ശക്തനാ കേട്ടോ. ദൈവം വലിയൊരു സാക്ഷ്യമാക്കി മാറ്റും. പറഞ്ഞു. 1989 എന്ന് പറഞ്ഞത് എന്റെ മകന്റെയാണ്. ഏറ്റെടുത്ത സിസ്റ്ററെ കർത്താവ് ഇന്ന് വലിയൊരു സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. പറഞ്ഞു. എന്തോ പറഞ്ഞു. 1989 മാർച്ചില് എന്റെ മോനാണ്. ഞാനത് ഏറ്റെടുത്തിരിക്കുന്നു. മോന്റെ ജോലിയൊന്നും ആയില്ല. അങ്ങനെ 35 വയസ്സായി. വിവാഹവും നടന്നിട്ടില്ല. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അത് സിസ്റ്റർ ഏറ്റെടുത്തു. അത് ധൈര്യമായിട്ടിരിക്കുക. കർത്താവ് ഇടപെട്ടതാണ്. വലിയ സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ബ്രദറെ, ഒരു സാക്ഷ്യം പറഞ്ഞോട്ടെ? പറഞ്ഞു. എന്താണ് കർത്താവെ, സാക്ഷ്യം പറയാൻ താമസിച്ചാൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ബ്രദറിന്റെ തൃശ്ശൂരത്തെയും കോട്ടയത്തെയും പ്രയർ ഞാൻ കൂടിയിരുന്നു. എനിക്കത് വലിയൊരു അനുഗ്രഹമായിരുന്നു. അതുപോലെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം കിട്ടി. യേശു കർത്താവിന് നന്ദി. കർത്താവ്. പ്രിയമകളെ, അഭിഷേകത്താൽ നിറച്ചതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. എന്തോ കേക്കാവോ? ഹലോ, കേക്കാൻ പറ്റുന്നുണ്ടോ? സൗണ്ട് കുറച്ച് കമ്മിയാണ്. ഓക്കെ, ഇപ്പൊ കേക്കാവോ? പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സിസ്റ്ററെ. ഒരു വിഷയം പറയാനാണ്. വിഷയം പറയാനില്ല, ഒരു അത്ഭുതം നടന്നു.
ഒരു നമ്മുടെ റിലേഷനാണ്. അവരുടെ പേര് ബിജു. അവർ പോണ്ടിച്ചേരിയിലാണ് താമസിക്കുന്നത്. അവർക്ക് 37 വയസ്സാണ്. 2 വയസ്സായ കുഞ്ഞുണ്ട്. പെട്ടെന്ന് ഈ ഇടതേ ചെവിയുടെ അവിടെ ഭയങ്കര വേദനയായിരുന്നു. അപ്പൊ അവിടുത്തെ ഹോസ്പിറ്റലിൽ പറ്റില്ല പറഞ്ഞിട്ട് ചെന്നൈക്ക് പറഞ്ഞു പറഞ്ഞു സിസ്റ്റർ, പറഞ്ഞു സിസ്റ്റർ, കേൾക്കുന്നുണ്ട്. പറഞ്ഞു സിസ്റ്റർ, ഞാൻ പറഞ്ഞത് കേൾക്കത്തില്ലേ? ഓഡിയോ ക്ലിയർ അല്ലേ? ക്ലിയറാ ബ്രദറെ, ക്ലിയറാ. ആ, അവർക്ക് എന്തോ നെറ്റ്വർക്ക് പ്രശ്നമുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ആള് പറഞ്ഞായിരിക്കും നല്ലത്. ഓക്കെ, കുഴപ്പമില്ല. പറയണമെന്ന് വിചാരിച്ചത് അത് തീർത്തും മറ്റാരെങ്കിലും സാക്ഷ്യം പറയാനുണ്ടോ? ഒരു സെക്കൻഡ്, പറഞ്ഞു. ഹലോ ബ്രദർ. ഒരു മിനിറ്റ്, ക്ലിയർ അല്ല. ഒരു സെക്കൻഡ്. ഹലോ ഹലോ പറഞ്ഞു, കേൾക്കുന്നുണ്ട്. ഹലോ എല്ലാം പാല് ഹലോ ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. എന്റെ മോളെ ഭർത്താവിനെ അത് ഞാൻ പറയട്ടെ ബാക്കി. ഒരു സെക്കൻഡ്, ഞാനിപ്പോൾ എല്ലാവരെയും മ്യൂട്ട് ചെയ്തേക്കുവാണ്. എനിക്ക് ഓഡിയോ നമുക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. ഒരുമിച്ച് നിങ്ങൾ മ്യൂട്ട് മാറ്റി സംസാരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓഡിയോ അത് നമുക്ക് ക്ലിയർ ആകാതെ വരും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ സാക്ഷ്യം പറയാൻ ഒരാൾ തുടങ്ങിയാൽ മറ്റേ ആളുകൾ നിങ്ങൾ മ്യൂട്ട് ചെയ്യുക. മൈക്ക് തന്നെ മ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ക്ലിയർ ആകത്തില്ല. ഇപ്പോൾ ആർക്കെങ്കിലും സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ, ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞാട്ടെ. സിസ്റ്റർ ഒന്ന് പറഞ്ഞാട്ടെ. പറഞ്ഞു. ഹലോ ബ്രദർ, ഇന്നത്തെ കൂട്ടായ്മയില് ഷാലു എന്ന് പറഞ്ഞായിരുന്നു. ആണ്. അപ്പം അതിനെ അത് ഞാൻ നേരിട്ട് എടുക്കുന്നു. ആരാ ഷാലു? ആരസ്റ്റേ? ഷാലു എന്റെ മകളാണ്. മകളല്ലേ? തീർച്ചയായിട്ടും ഏറ്റെടുത്തോ. കർത്താവ് ഇടപെട്ടത് കേട്ടോ മകളുടെ കാര്യത്തിൽ. ദൈവാത്മ തുടക്കത്തിൽ ഇടപെട്ടതാണ് ആലോചന. അത് വലിയ സാക്ഷ്യമായിട്ട് ദൈവം മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹലോ ബ്രദർ. പറഞ്ഞു സിസ്റ്റർ. നമ്മളെ വീട്ടിലെ ഈ പ്രാർത്ഥന കേൾക്കാൻ തുടങ്ങിയ ശേഷം അപ്പൊ ആ ഒരു എറുമ്പില്ല, നിറയെ വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെ അറിയോ? ശർക്കരയില്, പാലില്, എന്തൊക്കെ നമ്മള് ഭക്ഷണങ്ങൾ വെച്ചിട്ടുണ്ടോ അതിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ എറുമ്പേല് ഞാൻ കുറച്ചു ദിവസമായി നോക്കുന്നു. വെല്ലമൊക്കെ നമ്മൾ പരീക്ഷിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല. വലിയൊരു അനുഗ്രഹമാണ് ദൈവം തന്ന്. പഞ്ചസാരയിലൊക്കെ വെയിലത്തൊക്കെ കൊണ്ടുവയ്ക്കണം. അടുപ്പൊക്കെ കാലിലൊക്കെ ഉണ്ടെങ്കിൽ അതിനടുത്ത് വെക്കണം, എന്നാലേ അത് പോവുള്ളൂ. അത് ഒരു സ്മെല്ലുള്ള ഒരു ഇറുമ്പായിരുന്നു. അപ്പൊ തീരെ ഇല്ല, കാണാനുമില്ല. വലിയൊരു അനുഗ്രഹമാണ് ദൈവം തന്നു. കർത്താവ് ഇന്ന് കൊടുത്ത ഒരു ആശ്വാസം തന്നെ. അവർക്കൊരു ബുദ്ധിമുട്ടായിരുന്ന വിഷയത്തെ കർത്താവ് തൊട്ടല്ലോ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഉഷ സഹോദരി ഒരു സാക്ഷ്യം ഇതിൻ്റെ അകത്ത് എനിക്ക് വാട്സാപ്പിൽ അയച്ചു എന്ന് പറഞ്ഞു. ഇഷ്ടം ചെയ്ത് ഇപ്പം പറയാൻ പറ്റിയ കാര്യം, ഉഷ സഹോദരിയാണ് വെച്ചേക്കുന്നത് സാക്ഷ്യം. പേര് ഉഷ എന്ന് ഇട്ടേക്കുന്നത്. 2 ദിവസം മുമ്പ് അയച്ചതാണ് വാട്സാപ്പിൽ. സിസ്റ്റർ എനിക്ക് നോക്കാൻ പറ്റിയില്ല. ഇപ്പം സിസ്റ്റർക്ക് പറയാൻ പറ്റുമല്ലോ എന്ന് പറയുക. ഞാൻ നോക്കി വരുന്നുള്ളൂ. പറഞ്ഞു. ഉഷയല്ല ഊറ്റ. ഞാൻ സോറി, ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ സ്ക്രോൾ ചെയ്തപ്പോൾ ഉഷ അല്ല യൂട്ട. ആക്ച്വലി ബ്രദർ ഞാൻ അയച്ചായിരുന്നു, കാരണം ഇതിൽ തിരക്ക് കാരണമാണ്. ഞാൻ എന്റെ കൊച്ചുമോൻ കിച്ചുവിന് വേണ്ടി ഉള്ള സാക്ഷ്യമാണ്. ആക്ച്വലി കഴിഞ്ഞ 10 മാസമായിട്ട് അവന് ജോലിയില്ല. കാരണം ജോലി ഉണ്ടെങ്കിൽ അവന് സ്റ്റഡിക്ക് വേണ്ടിയുള്ള അതിനുള്ള ഉണ്ടല്ലോ എക്സ്പെൻസ്, അതിന്റെ ശരിയായ കാരണം ഞാൻ ബ്രദറിന് അയച്ചായിരുന്നു. എനിക്ക് പ്രെയർ ഗ്രൂപ്പിൽ പൊതുവെ പറയാൻ പ്രയാസമുണ്ട്. പേഴ്സണലാണ്. കാരണം അവൻ അപ്പനില്ലാന്ന് വെച്ചാൽ അപ്പൻ പോയതാണ്. പക്ഷേ ബ്രദർ ഈ പ്രാർത്ഥനയിലൂടെ ഞാൻ വചനം വെച്ച് ഞാൻ ഒരാഴ്ച പ്രാർത്ഥിച്ചപ്പോൾ അവന് ജോലി കിട്ടിയിട്ട് 3-4 ദിവസമേ ഉള്ളൂ. ദൈവത്തിന് ഒത്തിരി നന്ദിയുണ്ട്. കാരണം ഞാൻ
കിച്ചുവിന് ജീവിതത്തിൽ ദൈവപ്രവൃത്തി നടക്കും. ബ്രദർ പറഞ്ഞതുപോലെ തന്നെ എന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ ഞാൻ പറയുന്നത് സംഭവിക്കും. മാർക്ക് 11:23 എല്ലാം പറഞ്ഞപ്പോൾ ഒരാഴ്ച കൊണ്ട് ജോലി കിട്ടി. ഞങ്ങളുടെ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന സ്റ്റഡിക്ക് നന്ദി കർത്താവ്. അങ്ങ് കൊടുത്ത വിടുതലിന് നന്ദി, വലിയ അത്ഭുതത്തിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. തുടർന്നും പ്രാർത്ഥിക്കുക, അതേപോലെ തന്നെ ചെയ്യുക കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? ഇത് ശാന്തിയാണ് സാക്ഷ്യം പറയുന്നത്. പാസ്റ്റർ ഇന്ന് പറഞ്ഞ ദൂത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. പാസ്റ്റർ എന്ന് പറഞ്ഞില്ലേ, ഒറ്റപ്പെട്ടൊരു മാതാവ് വിഷമിക്കുന്നു പറഞ്ഞില്ലേ പാസ്റ്റർ, അത് ഞാനായിരുന്നു പാസ്റ്റർ. എനിക്ക് ആകെ കടപ്പാരത്തിലാണ് പാസ്റ്റർ. കുറച്ച് ഒരു മാസമായിട്ട് ഞാൻ ആകെ ടെൻഷനാണ് പാസ്റ്റർ, ഉറക്കമില്ല. അങ്ങനെ ജീവിത പങ്കാളിയാണ് ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നിരിക്കുന്നുള്ളൂ പാസ്റ്റർ. വീട്ടിൽ എൻ്റെ ജീവിത പങ്കാളി വന്നിട്ടില്ല. ഭയങ്കര കർത്താവ് അത്ഭുതമായിട്ട് നടന്നത് സിസ്റ്ററെ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം. കർത്താവ് വലിയൊരു സമാധാന അന്തരീക്ഷത്തെ കർത്താവ് തുറക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ഹലോ ഇനി ഞാൻ പറയട്ടെ. പറഞ്ഞു സിസ്റ്ററെ, പറഞ്ഞു. പിന്നെ ഞാൻ എമ്മാള് പറഞ്ഞ് ബാക്കി വെച്ച് പറയാനായിട്ടില്ല. എന്റെ മോളെ ഭർത്താവിന് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഒരുപോലെ എന്താ വെച്ചാ ഭക്ഷണം 43 വയസ്സായിക്കാളും ചെറിയ കുഞ്ഞു മക്കളാ. അംഗൻവാടിയിൽ 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നു. ഇപ്പൊ കൈ പിടിച്ച് അങ്ങനെ നടത്തണം. ഓള് മാത്രം വിശ്വാസത്തിൽ വന്നിക്കുന്നു. അങ്ങനെ അവൻ തീരെ നടക്കാൻ പറ്റുന്ന കൈ പിടിച്ച് നടത്തുക. ഇപ്പൊ അങ്ങനെ മെഡിക്കൽ കോളേജിലെല്ലാ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നേരാ. ഇനി മരുന്നില്ല എന്നാ പറയുന്നത്. ഒരു വല്ലാത്ത വിഷമത്തിലാണ് പാസ്റ്റർ. ഒന്ന് പ്രാർത്ഥിക്കണമെന്നാണ്. കർത്താവെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ തിരുമുറിവിനാൽ പ്രിയമകന് സൗഖ്യമുണ്ട് സിസ്റ്റർ. ഞാനിത് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മുടെ യൂട്യൂബിൽ രോഗസൗഖ്യത്തെ പറ്റിയുള്ള 2 വാചകം കൊണ്ട് എങ്ങനെയാണ് രോഗസൗഖ്യം നമുക്ക് ലഭിക്കുക എന്നുള്ളത് അത് വീട്ടിൽ തുടർമാനമായിട്ട് വെക്കണം. ഇപ്പം തന്നെ പ്രാർത്ഥിക്കുമ്പോൾ ശരീരത്തിൻ്റെ മേൽ വ്യത്യാസം കാണാൻ തുടങ്ങും. കർത്താവ് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അത്ഭുതകാരം അവിടെ ഉണ്ടാകുന്നില്ല. തുടർമാനയുടെ ഒരു വചനം കേൾക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷം തന്നെ നീക്കുന്ന രീതിയിൽ അത്ഭുതകരമായ അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ആകട്ടെ. പ്രാർത്ഥിച്ചെന്ന് ബ്ലസ് ചെയ്യുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. എനിക്ക് 8 വർഷമായിട്ട് എൻ്റെ നാട്ടിൽ തന്നെ അകൽച്ച ഉണ്ടായിരുന്നു. ഭയങ്കര വേദനയായിരുന്നു. ഇരിക്കാനോ ഒത്തിരി നേരം ഇരിക്കാത്ത മണിക്കൂർ കൂടുതൽ തന്നെ ഇരിക്കാനൊന്നും പറ്റത്തൊന്നുമില്ലായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ 6 മാസം മരുന്ന് കഴിച്ചു നോക്കി, ഒരു പ്രയോജനമില്ലായിരുന്നു. കംപ്ലീറ്റ് ആയിട്ട് വേദന. ഒരു മിനിറ്റ് സിസ്റ്റർ, ഒന്നുകൂടെ പറഞ്ഞ സിസ്റ്റർ കേട്ടില്ല. നിങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ മ്യൂട്ട് മാറ്റാതെ. 8 വർഷമായിട്ട് എനിക്ക് നട്ടലിന് അകൽച്ച ഉണ്ടായിരുന്നു. ഇരിക്കാനോ അരമണിക്കൂർ കൂടുതൽ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. വെയിറ്റ് എടുക്കാനോ സ്റ്റെപ്പ് കയറാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് ഒത്തിരി 6 മാസം ഞാൻ മരുന്ന് സ്റ്റാർട്ടിങ് കഴിച്ചു, പക്ഷെ എനിക്ക് ഒരു പ്രയോജനവും ഇല്ലായിരുന്നു. ഇപ്പൊ എനിക്ക് ആ വേദന ഒരു ശകലം പോലും ഇല്ല. ഒത്തിരി മണിക്കൂറുകളോളം ഇരിക്കാനും പറ്റുന്നുണ്ട്. ഇപ്പൊ ഒരു കുഴപ്പവും ഇല്ല. അയ്യോ, ഇത് വലിയ സാക്ഷ്യമാണ് സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ. 8 വർഷമായിട്ട് നിങ്ങൾ കേട്ടല്ലോ, ട്രീറ്റ്മെൻറ്റിലായിരുന്നു, നട്ടലിന് അകൽച്ച ഉണ്ടായിരുന്നു, വെയിറ്റ് എടുക്കാൻ പറ്റുന്നില്ല എന്ന് കേട്ടായിരുന്നു. നിങ്ങൾ ഇരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, അത്രയും ഒരു സാഹചര്യത്തിരുന്ന ആളാണ്. പക്ഷേ ഇന്ന് പറഞ്ഞ പോലെ തന്നെ കർത്താവ് തൊട്ടു. ഇപ്പോൾ പൂർണ്ണ സൗഖ്യമായി സിസ്റ്ററെ. ഇപ്പോൾ എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടോ? നടക്കാനൊക്കെ പറ്റുന്നുണ്ടോ? എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓ സ്വോത്രം. കുഴപ്പമില്ല. ആമേൻ. 8 വർഷമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടല്ലേ കർത്താവ്. അങ്ങനെ നിങ്ങൾക്കറിയാം, ഞാൻ പലപ്പോഴും പറയും, തേയ്മാനങ്ങളായിക്കോട്ടെ നട്ടലിന് അകൽച്ചകളായിക്കോട്ടെ, എൻ്റെ അറിവിൽ എൻ്റെ അറിവില്ല കേട്ടോ, എനിക്കറിയത്തില്ല. പക്ഷേ കർത്താവ് എന്ന സൗകര്യം പറഞ്ഞു കേട്ടില്ല, 8 വർഷമായിട്ടുണ്ടായിരുന്ന രോഗമായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. കർത്താവ് അത് സൗഖ്യമാക്കി. ഞാൻ വീണ്ടും ഉറപ്പിച്ചു പറയും, നമ്മൾ മക്കളെങ്കിലോ അവകാശികളാണ്. രോഗസൗഖ്യം നിങ്ങളുടെ അവകാശമാണ്. അത്ഭുതം നിങ്ങളുടെ അവകാശമാണ്. പറയണം, ഞാൻ ദാസനല്ല, ഞാൻ അന്യനല്ല, ഞാൻ പരദേശിയല്ല, ഞാൻ ദൈവത്തിൻ്റെ മകളും മകനുമാണ്, ഞാൻ അവകാശിയാന്ന് പറയണം. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു എന്തോ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഹലോ ബ്രദർ. എന്തോ പറഞ്ഞു ഹലോ പറഞ്ഞു കേൾക്കുന്നുണ്ടേ. പറഞ്ഞു തുടങ്ങിക്കോ. ഞാൻ കുവൈറ്റിൽ നിന്നാ വിളിക്കുന്നേ. ഹലോ പറഞ്ഞു സിസ്റ്റർ, കേൾക്കുന്നുണ്ട്. ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ കുവൈറ്റിൽ നിന്നാ വിളിക്കുന്നത്. അപ്പം ജലജയെന്ന് പറഞ്ഞില്ലയോ, മകനെയും ഓർത്ത് പ്രാർത്ഥിക്കണേ. അവര് എന്റെ അനിയത്തി മകനുമാ. ഏറ്റെടുത്തു സിസ്റ്റർ. അവരത് കേൾപ്പിക്കുക, അവർക്കത് അയച്ചു കൊടുക്കുക. കർത്താവ് ഇത് ഇടപെടും തന്നെ പറഞ്ഞു കേട്ടോ.
പിന്നെ പാസ്റ്റർ എനിക്ക് Praise the പിന്നെ Lord. ഒരു പ്രാർത്ഥനയുണ്ട്. സെക്കൻഡ് എന്റെ പ്രാർത്ഥന മകന് വിഷയം ഒരു പങ്കാളിയെ കിട്ടണം. അതിനു വേണ്ടിയിട്ട് എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. തീർച്ചയായും മോന് പ്രാർത്ഥന 28 വിഷയങ്ങൾ വയസ്സായി. 30 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു മിനിറ്റ് പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ നിങ്ങൾ വാട്സാപ്പിൽ അയക്കണം. നമുക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുടെ പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള സമയം ഇതിൻ്റെ അകത്ത് ഇല്ലാത്തത് കൊണ്ടാണ് സാക്ഷ്യങ്ങളെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ വാട്സാപ്പിലേക്ക് പ്രാർത്ഥന റിക്വസ്റ്റ് അയക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആരെങ്കിലും ഈ സമയത്ത് സാക്ഷ്യം ഉണ്ടെങ്കിൽ അത് പറയണം. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. Brother, praise the Lord. ബ്രദർ പറഞ്ഞോ. Lovely and ബ്രദർ ഇന്നലെ അരുൺ എന്ന് പറഞ്ഞൊരു മകന്റെ കാര്യം പറഞ്ഞില്ല ബ്രദർ. അരുൺ ബന്ധുക്കളും എല്ലാവരും ഒറ്റപ്പെടുത്തി ഉള്ള സംസാരങ്ങളും കാര്യങ്ങളും അതെന്റെ മരുമകനാണ് ബ്രദർ. പിന്നെ അവന് ശരീരത്തില് അസ്വസ്ഥമായിട്ട് അസുഖവും ഉണ്ട്, ആയി ഭാരപ്പെടുന്നു. പിന്നെ തലമുറയും ഇതുവരെ ആയിട്ടില്ല ബ്രദർ. പിന്നെ അതിന് പോലെ തന്നെ അത് സമാനമായിട്ട് Hello, praise the Lord, brother. കേൾക്കാമോ ബ്രദറെ? ഹലോ ബ്രദർ. ഒരുമിച്ച് ഇങ്ങനെ മ്യൂട്ട് കഴിഞ്ഞാല് പറഞ്ഞു. ഇന്നലെ ആണെങ്കിൽ ബ്രദർ പറഞ്ഞു ഷാലു ആണോ ഇന്നലത്തെ ഞാൻ ഓർക്കുന്നില്ല സിസ്റ്ററെ. ഷാലു എന്റെ ബ്രദർ 25 വർഷമായിട്ട് വണ്ടിയെന്ന് വീണതാ. പാർലേസ് എഴുന്നേറ്റ് നടക്കുന്നില്ല, വേച്ച് 2 കാലുകൾക്ക് നീര. വിവാഹം കഴിഞ്ഞിട്ടൊന്നുമില്ല. പ്രായമായ മാതാവാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വലിയ അസ്വസ്ഥതയല്ല. ബ്രെയിനും ഞരമ്പിനും ഒക്കെ ഇതാ ബ്ലോക്കായി ബ്രെയിൻ ഇളകിയൊക്കെ ഇരുന്നതാ. ഓർമ്മയൊന്നുമില്ല. അവിടെ ഒരു വിടുതലുണ്ടെന്ന് ബ്രദർ പറഞ്ഞായിരുന്നു. അത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. തീർച്ചയായിട്ടും സിസ്റ്റർ ഏറ്റെടുക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ രോഗസൗഖ്യത്തിൻ്റെ പ്രാർത്ഥന യൂട്യൂബിലുണ്ട്. അത് തുടർച്ചയായിട്ട് ആ വീട്ടിൽ അത് കേൾപ്പിക്കുക. അവൻ ചാടി എണീറ്റ് വരും കേട്ടോ. കർത്താവ് സൗഖ്യമാക്കും. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? ഇന്നലെ അരുൺ എന്ന് പറഞ്ഞൊരു മകനെ പറഞ്ഞല്ലേ ബ്രദർ, അതെന്റെ മകളുടെ ഹസ്ബൻഡാണ് ബ്രദർ. തീർച്ചയായിട്ടും സിസ്റ്റർ അടയാളങ്ങൾ കേൾപ്പിക്കുക യൂട്യൂബിൽ. കേക്കാമോ? ഹലോ, ഹലോ നിങ്ങൾ പറഞ്ഞു എനിക്ക് ഒരുമിച്ച് വരുന്ന പറഞ്ഞു കേൾക്കുന്നുണ്ട് ഞാൻ. യൂട്യൂബിന്റെ ചാനൽ നെയിം ഒന്ന് പറയാവോ? നമ്മുടെ യൂട്യൂബിന്റെ ലിങ്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ യൂട്യൂബിന്റെ ആ ലിങ്ക് ഒന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഗ്രൂപ്പിലോട്ട് ഇപ്പം നമ്മുടെ സൂമിലോട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സിസ്റ്റർ ഇപ്പം തന്നെ വരും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? ഞാൻ സാക്ഷ്യമല്ല, പറഞ്ഞതുപോലെ ഒരു സെക്കൻഡ്. നിങ്ങൾ ഒരുമിച്ച് മ്യൂട്ട് മാറ്റുമ്പോൾ നമ്മളിവിടെ ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് നിങ്ങളെ ചിലപ്പോൾ ഒരുമിച്ച് മ്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ആരാണ് സാക്ഷ്യം പറയുന്നതെന്ന് കാണാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് പെട്ടെന്ന് മ്യൂട്ടായി പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. പറയാൻ തുടങ്ങുന്ന ആൾക്കാർ ആരെങ്കിലും പറയാൻ സംസാരിക്കുമ്പോൾ ബാക്കി ആളുകളൊന്ന് മ്യൂട്ട് ചെയ്യുക. നിങ്ങളൊന്ന് സഹകരിക്കുക. ഒരുമിച്ച് നമുക്ക് അതിൻ്റെതായ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ആരെങ്കിലും സാക്ഷ്യം പറയാൻ? അത് ശരിയാണ് ബ്രദർ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഈ സാക്ഷ്യം പറയുന്നതിൻ്റെ ഇടയ്ക്ക് ആൾക്കാരൊക്കെ കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ അത് ബാക്കിയുള്ളവർക്കും അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ സാക്ഷ്യം പറയാനും ആ സാക്ഷ്യം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന അനേകർക്കും അതൊരു തടസ്സമായി മാറും. അപ്പം അത് എല്ലാവരും ദയവേത് ബ്രദർ കൂടെ എല്ലാ ദിവസവും കൂടെ എന്നല്ല, എല്ലാ ദിവസവും തുടക്കത്തിലും പറയും, ഇടയിലും പറയും, ഒടുക്കത്തിലും പറയും. അപ്പോൾ എല്ലാവരും ദയവേത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആമേൻ. നിങ്ങൾ പറയരുത്. ഏകാഗ്രത അനുഭവിക്കുന്ന ഒരു മാതാവിന്റെ കാര്യം ഇന്ന് മെസ്സേജിൽ പറഞ്ഞിരുന്നു. അത് എന്നെ കുറിച്ചാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആ മെസ്സേജ് ഏറ്റെടുക്കുന്നു. തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് ആരൊക്കെയാണ് അത് ഏറ്റെടുത്തോണം. കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റാൻ ഇടയായിത്തീരും കേട്ടോ. ഗോഡ് ബ്ലസ് യു.
സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞിട്ട്. ഞാനും അങ്ങനെ തന്നെ ഏറ്റെടുക്കുന്ന ലവ്ലി ആന്റിയാണ്. ഞാൻ ഗാന്ധി ഭവനിൽ നിന്നാണ് വിളിക്കുന്നത്. ഇവിടെ റേഞ്ച് കിട്ടത്തില്ല പലപ്പോഴും. ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു. ഓണമായിട്ട് ഞാൻ മക്കളെ വിളിച്ചിട്ട് അവരുടെ ആരും എടുത്തില്ല. ഇതൊക്കെ നാട്ടിലുണ്ട്. സഹിക്കാൻ പറ്റിയില്ല. ഞാനിവിടെ ഇപ്പൊ കുറെ നേരം ഇരുന്നു. അപ്പോ ആ വചനം തന്നെ പറഞ്ഞു, ഒറ്റപ്പെടുന്ന ഒരു അമ്മയെ കുറിച്ച്. ഞാൻ ഒറ്റപ്പെട്ടു പോയി. ആ പ്രവചനം ഏറ്റെടുക്കുകയാണ്. കർത്താവ് വലിയൊരു സമാധാനം ഉള്ളത്തിൽ കൊടുക്കട്ടെ. ഇന്ന് ഒറ്റപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ നാളെ ഇന്ന് ചെതറിപ്പോയ തലമുറകളൊക്കെ ഒരുമിച്ച് ചേർന്ന് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുന്ന ഒരു അന്തരീക്ഷം ആ കുടുംബത്തിന് മേൽ തുറന്നു വരട്ടെ. ഇന്ന് കേട്ട ആലോചന കർത്താവ് എല്ലാ ഏകാന്തതയും മാറ്റി സമാധാന അന്തരീക്ഷം കുടുംബത്തിലുണ്ടാകട്ടെ. പ്രാർത്ഥിച്ച് മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? ഹലോ പറഞ്ഞു. ഹലോ ഹലോ കേൾക്കുന്നുണ്ട്, പറഞ്ഞു ഹലോ. സിസ്റ്റർ കേൾക്കുന്നുണ്ട്. ഇന്ന് സന്ധ്യ പ്രാർത്ഥനാ സമയത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഒരു വിഷയത്തെ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്തോ ഒരു വിഷയം സംസാരിക്കേണ്ടി വന്നു. പെട്ടെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇന്നിപ്പോ ബ്രദർ എടുത്ത ആദ്യത്തെ റോമർ 8:13 വാക്യം, ഈ വാക്യത്തെ ഞാൻ എടുത്തു പറഞ്ഞു. അതായത് ജഡമനുഷ്യൻ ആണ് നമ്മളിൽ വസിക്കേണ്ടത്. ജഡമനുഷ്യൻ കർത്താവ് ആഗ്രഹിക്കുന്നപ്പോഴും നമ്മളിൽ നമ്മള് എന്താ പറയാ, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലും നിങ്ങൾ ജീവിക്കും. ഇതേ വചനം തന്നെ ദൈവം എന്റെ നാവിന്മേൽ തന്നു. ഞാനിത് പറഞ്ഞു ബ്രദറെ. അത് തന്നെ ഇന്ന് ബ്രദറ് അതെടുത്തതിൽ ഒരു ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും സിസ്റ്റർ, കർത്താവ് അത് നമ്മൾ ഉറപ്പിച്ചു തന്നാണ്. ആ വചനം വെച്ച് പ്രാർത്ഥിക്കുക. ഈ വിഷയം തീർച്ചയായിട്ടും തന്നെ സംസാരിച്ചത്. കർത്താവ് ഒരു പിന്നെ സാക്ഷ്യം. അതുപോലെ ഒരു മിനിറ്റ് സിസ്റ്റർ, മ്യൂട്ടായി പറഞ്ഞു. സിസ്റ്റർ ഇപ്പം മ്യൂട്ടായി പോയേ, പറഞ്ഞു. പ്രൈസ് ലോർഡ് ബ്രദറെ, ഞാൻ സുമയാണ്. പറഞ്ഞു. ഞാൻ പറയുന്നത് തനിച്ച് വീട്ടിലായിരിക്കുന്ന മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചിന്ത അത് പറഞ്ഞായിരുന്നല്ലോ. തനിച്ചായിരിക്കുന്നവർക്ക് വേണ്ടി ആ വിഷയം ഞാൻ ഏറ്റെടുക്കുന്നു. ഞാൻ 2011 സ്നാനപ്പെട്ടതാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ രക്ഷയുടെ വിഷയങ്ങൾ അറിയാം. എൻ്റെ ഹസ്ബൻഡിന് രക്ഷയെപ്പറ്റി അറിയാം. അനേക ആൾക്കാർ വന്ന് സുവിശേഷം പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോഴും ഒരു ചലനവും ഞാൻ കാണുന്നില്ല. എന്നാൽ ഈയിടെയായിട്ട് ഞങ്ങളുടെ ചർച്ചിൽ നിന്നുള്ള പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന വെക്കാൻ ഞങ്ങൾക്കൊരു സാഹചര്യം കിട്ടിയപ്പോൾ ഞാൻ അതേപ്പറ്റി പറഞ്ഞപ്പോൾ ആദ്യം നിരസിച്ചു. പക്ഷേ ഇപ്പം സമ്മതിച്ചിട്ടുണ്ട്. വീട്ടിൽ പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട്. എല്ലാം 3rd സാറ്റർഡേയിൽ ഞങ്ങളുടെ വീട്ടിൽ പ്രയറുണ്ട്. അപ്പം ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം അയച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും സിസ്റ്റർ, കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റാൻ ഇടയായിത്തീരും. ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ പ്രാർത്ഥന ഇപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. സാക്ഷ്യങ്ങൾ അവസാനിച്ചിട്ടില്ല. തുടർമാനമായിട്ട് നമുക്ക് പിന്നെയും സാക്ഷ്യം കേൾക്കാം. അപ്പോൾ നാളെ മുതൽ നിങ്ങൾ സാക്ഷ്യം പറയുന്ന സമയത്ത് പ്രയർ റിക്വസ്റ്റുകൾ പറയരുത്. നമുക്ക് സമയപരിമിതി എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. നമുക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമ്മൾ ഈ പ്രാർത്ഥനകളെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനിടയിൽ പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ പറയുമ്പോൾ ഒരേ ആലോചന നിങ്ങൾക്ക് ഇടപെട്ടവരാണെങ്കിൽ നിങ്ങളത് വീണ്ടും എടുത്ത് പറയേണ്ട. ഒരാൾ പറഞ്ഞതിന് ശേഷം അതേ ആലോചനകൾ ഏറ്റെടുത്താൽ മതി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നാളെ വീണ്ടും ഒരുമിച്ച് കാണാം. വലിയ പ്രവർത്തികളെ കർത്താവ് ചെയ്യും. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഓരോ ദിവസവും കൂടുവാൻ ദൈവം സഹായിക്കുന്നു. നമുക്ക് ലൈവിൽ കാണുന്നവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളെ ബ്ലസ് ചെയ്യുന്നപ്പോൾ അത് യൂട്യൂബിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ അതിരുകളെ വിസ്താരമാക്കുന്ന ദൈവം. എനിക്കറിയാം ഒത്തിരി ആൾക്കാർക്ക് പറയാനുണ്ട്, പക്ഷേ നിങ്ങളൊന്ന് സഹകരിക്കണം. കാര്യം നമുക്ക് എല്ലാവരും ഒരേപോലെ ഇങ്ങനെ മ്യൂട്ട് മാറ്റുന്നതുകൊണ്ടാണ് നമുക്ക് ഡിസ്റ്റർബൻസുകൾ വരുന്നത്. സൗണ്ട് ജാമാകുന്നുണ്ട്, നെറ്റ്വർക്ക് ജാമാകുന്നുണ്ട്. പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു ഓർഡറിലേക്ക് കർത്താവ് കൊണ്ടുവരട്ടെ. നമ്മളെ അനുഗ്രഹിക്കട്ടെ. വലിയ പ്രവർത്തികൾ ചെയ്യും. ഞങ്ങൾ ലൈവിൽ കാണുന്നവരെ ബ്ലസ് ചെയ്യുന്നപ്പോൾ മക്കളെങ്കിലും അവകാശിയാണെന്നുള്ള അറിവിലേക്ക് കയറി വരട്ടെ. ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ സാക്ഷ്യമായി തീരട്ടെ. എല്ലാ പ്രതിസന്ധികളെയും